അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. ആദരണീയരായ പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ദീർഘിച്ച് സംസാരിക്കുന്നില്ല. ചുരുക്കം ചില കാര്യങ്ങൾ കുറഞ്ഞ മിനിറ്റിനുള്ളിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തി ചോദ്യോത്തരത്തിലേക്ക് കടക്കുകയാണ്. പ്രിയമുള്ളവരെ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയ, ആദർശ, ആചാര, അനുഷ്ഠാന, കർമ്മ, വിശ്വാസങ്ങളിലെ സ്വാത്വികരായ സലഫു സ്വാലിഹീങ്ങൾ, മുൻഗാമികളായ മഹാരഥന്മാർ, അവർ സഞ്ചരിച്ച സൽപാന്താവ് എന്താണെന്നും സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾക്ക് സുന്നി സമൂഹത്തോട് പൊതുവായിട്ടും മറ്റുള്ളവരോട് പ്രത്യേകമായിട്ടും ഉണർത്താനുള്ളത് എന്താണെന്നും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒന്നരായ പണ്ഡിത സുഹൃത്ത് ഹസനി ഉസ്താദ് അവറുകൾ നിങ്ങളെ സൂചിപ്പിക്കുകയുണ്ടായി. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പ്രപഞ്ചനാഥൻ സൃഷ്ടികൾക്ക് പ്രത്യേകമായി കഴിഞ്ഞൊഴുകിയ മഹത്തായ ദീനുൽ ഇസ്ലാം ജീവിതത്തിന്റെ നിഖില മേഖലകളെയും കിടത്തവും ഇരുത്തവും നടത്തവും എങ്ങനെയായിരിക്കണമെന്നും അതുപോലെ ജീവിതത്തിന്റെ വൈവിധ്യയിന പ്രവർത്തനങ്ങളുടെ ശൈലി എന്തായിരിക്കണമെന്നും എല്ലാം പഠിപ്പിക്കുന്ന പ്രപഞ്ചത്തിലെ ഏക തിയോളജിക്കൽ തിയറിയായ മഹത്തായ ഇസ്ലാം, ആ മഹിതമായ ഇസ്ലാമിന്റെ മഹത്തായ മറ്റൊരു പ്രയോഗമാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്നത്. അള്ളാഹുവിന്റെ റസൂലും മഹാരഥന്മാരായ സഹാബത്തെ കിറാമും അവർ സഞ്ചരിച്ച സൽപാന്താവിലൂടെ സഞ്ചരിക്കുകയും പൂർവീകരായ മഹത്തുക്കൾ ഇവിടെ സഞ്ചരിച്ച മഹത്തായ ആ ഒരു ആദർശ വീതിയിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുക എന്നത് വിജയം ആഗ്രഹിക്കുന്ന എല്ലാ ആളുകളുടെയും മേൽ അനിവാര്യമാണ്. 17 തവണ ദിവസവും പടച്ച തമ്പുരാന്റെ മുമ്പിൽ അർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ പ്രാഥമികമായി വിശ്വാസികൾ അവിടുന്ന് പറയാറുള്ളത് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, പടച്ചവനെ നേരായ മാർഗത്തിലേക്ക് ഞങ്ങളെ ഹിദായത്താക്കണേ എന്നാണ്. ഈ ഭൗതിക ലോകത്ത് നമുക്ക് അനുവദിക്കപ്പെട്ട ആയുഷ്കാലത്തിന് എന്ത് കുറിക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് പിരിയുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാം വലിയ പണക്കാരനായതുകൊണ്ടോ പ്രൗഢിയുണ്ടായതുകൊണ്ടോ അതല്ലെങ്കിൽ മറ്റു വല്ല വിധേനയിൽ സ്ഥാനമാനമുണ്ടായതുകൊണ്ടോ രക്ഷയില്ല. നേരെ മറിച്ച് ഒരു വ്യക്തിക്ക് രക്ഷ വേണോ, തീർച്ചയായിട്ടും അവർക്ക് ലഭിക്കേണ്ട ഒന്നാണ് സന്മാർഗം എന്നത്. ഈ സന്മാർഗത്തിന് വേണ്ടിയാണ് സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ സുന്നി പള്ളികളിൽ നിസ്കരിക്കുമ്പോൾ പടച്ച തമ്പുരാനോട് ചോദിക്കാറുള്ളത്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പള്ളിയിൽ വെച്ച് അവരുടെ ഇമാം ചോദിക്കാറുള്ളത് പടച്ചവനെ നേരായ മാർഗത്തിലൂടെ നയിക്കണേ എന്നാണ്. ജമാഅത്തെ ഇസ്ലാമി അവരും പടച്ച തമ്പുരാനോട് ചോദിക്കാറുള്ളത് പടച്ചവനെ നേരായ മാർഗത്തിലൂടെ നയിക്കണേ എന്നാണ്. ചേകന്നൂര് മൗലവി അയാളും പറയുന്നത് പടച്ചവനെ നേരായ മാർഗത്തിലൂടെ നയിക്കണേ എന്നാണ്. ഇങ്ങനെ ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന ഏതേത് കക്ഷികളുണ്ടെങ്കിൽ അത് സുന്നികളാവട്ടെ നോൺ സുന്നികളാവട്ടെ, ആര് പറയുമ്പോഴും എങ്ങനെ പറയുമ്പോഴും പടച്ചവനെ നേരായ മാർഗത്തിലൂടെ നയിക്കണേ എന്നാണ് പ്രിയപ്പെട്ടവരെ പറയാറുള്ളത്. എല്ലാവരും അവകാശപ്പെടുന്നതോ ഞങ്ങൾ ഇസ്ലാമിക പ്രബോധകരാണ്, ഞങ്ങളുടെ ലക്ഷ്യം ഇസ്ലാമാണ്, ഞങ്ങൾ ഇസ്ലാമാണ് പ്രബോധനം നടത്തുന്നത്, ഇസ്ലാമിന്റെ ലക്ഷ്യമാണ്, മുസ്ലിമീങ്ങളുടെ ലക്ഷ്യമാണ്, ഞങ്ങളുടെ മാർഗം അതാണ് എന്ന് എല്ലാവരും അവകാശപ്പെടാറുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ജമാഅത്തെ ഇസ്ലാമിക്കാർ അവരുടെ നേതാക്കന്മാരുടെ പ്രഭാഷണങ്ങൾ ആ വിഷയം പറയുന്നതാണ്, മുജാഹിദ് പ്രസ്ഥാനം പറയുന്നതാണ്, ഖാദിയാനികൾ പറയുന്നതാണ്, സുന്നികളും അത് തന്നെയാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ജമാഅത്തെ ഇസ്ലാമിക്കാരൻ നിസ്കരിക്കുമ്പോൾ റബ്ബിനോട് പറയുന്നത് പടച്ചവനെ നേരായ മാർഗത്തിലൂടെ നയിക്കണേ എന്നാണ്. അതുപോലെ സുന്നികളും പറയുന്നത് നേരായ മാർഗത്തിലൂടെ നയിക്കണേ എന്നാണെങ്കിൽ ചോദിക്കട്ടെ, എങ്ങനെയാണ് വ്യത്യസ്ത വൈവിധ്യങ്ങളായ ആശയവുമായി ഈ നിസ്കാരത്തിന്റെ ശേഷം പ്രവർത്തിക്കുന്നത്? എങ്ങനെയാണ് നിസ്കാരത്തിന്റെ ശേഷം ഈ രൂപത്തിൽ പ്രബോധനം നടത്തുന്നത്? എന്റെ വൈവിധ്യ ചിന്താഗതികൾ ഇവിടെ വരാൻ കാരണം പരലോകം ഖുർആനിൽ എന്ന പുസ്തകത്തിന്റെ
1ഉം 2ഉം എഡിഷനിൽ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ മുശ്രിക്കാണ് എന്ന് KC അബ്ദുള്ള മൗലവി എഴുതാനുള്ള കാരണം എന്താ? പുതിയ പതിപ്പിൽ നിന്നത് എടുത്തു കളഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നാലും ഇങ്ങനെ വ്യത്യസ്തങ്ങളായി ശിർക്കാരോപണം നടത്താനും ബിദ്അത്താരോപണം നടത്താനും ഈ സഹോദരന്മാർക്ക് സാധിച്ചത് എങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കുക. അതുപോലെ മുജാഹിദ് പ്രസ്ഥാനം അവര് പ്രബോധനം നടത്തുന്നത് എന്താണ്? നേരായ മാർഗത്തിലൂടെ നയിക്കണേ എന്ന് പറഞ്ഞതിന് ശേഷം അവര് പ്രബോധനം നടത്തുന്നതോ മുസ്ലിമീങ്ങളെ മതത്തിൽ നിന്ന് സുന്നികളെ മതത്തിൽ നിന്ന് പുറത്തിരുത്തി മുസ്ലിമാക്കാൻ വേണ്ടിയാണ്. കുറെ ആളുകളെ മുസ്ലിമാക്കാനാണ്, മുസ്ലിമാണ് എന്ന് പറയുന്നവരെ മുസ്ലിമാക്കാനാണ് എന്നാണ് ഒരു മൗലവി പറഞ്ഞത്. ആ മൗലവി പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കുക. നോക്കണങ്ങള് എന്തിനാണ് മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ ഒരു സ്ഥാപനം ഉണ്ടാക്കിയത്? നിങ്ങൾ ചിന്തിക്കണം. ഇവിടുത്തെ കുറെ ആൾക്കാരെ മുസ്ലിമാക്കാൻ. ആരെ മുസ്ലിമാക്കാൻ? മുസ്ലിമാണെന്ന് പറഞ്ഞു നടക്കുന്നവരെ മുസ്ലിമാക്കാൻ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണ്? ഇങ്ങനെ മുസ്ലിം സമുദായം ഭൂരിപക്ഷം വരുന്ന മെജോറിറ്റിയുള്ള ഒരു സംഘത്തിനെതിരെ മതപ്രബോധന രംഗത്ത് മതഭ്രഷ്ട് കൽപ്പിച്ച് മതത്തിന്റെ വലയിൽ നിന്ന് പുറത്തായി ഗണി കണക്കാക്കാൻ പ്രിയപ്പെട്ടവരെ പ്രേരിപ്പിച്ച ഘടകം എവിടെയാണ് പിഴച്ചത്? എല്ലാവരും ചോദിക്കുന്നത് റബ്ബിനോട്. എല്ലാവരുടെ ചോദ്യത്തിന്റെ മാറ്ററും വന്ന് എല്ലാവരും തിരിഞ്ഞിരിക്കുന്ന പ്രയർ ഡയറക്ഷനോ അത് മഹത്തായ കഅബാലയം. ഇങ്ങനെയൊക്കെയായിട്ടും എന്തേ ഇങ്ങനെ വൈവിധ്യങ്ങളായ വ്യത്യസ്തങ്ങളായ കക്ഷികളാവാൻ കാരണം? മറ്റൊന്നുമല്ല പ്രിയപ്പെട്ടവരെ, ആ ആയത്തിന്റെ ശേഷം പടച്ചതമ്പുരാൻ വിശ്വാസികളോട് പറയുന്നത് നേരായ മാർഗം ഏതാണ്? ലളിതമായി പറയാമായിരുന്നു സിറാത്തൽ കിതാബി വസുന്ന എന്ന്. ഖുർആനിന്റെയും സുന്നത്തിന്റെയും മാർഗം എന്ന് പറയാമായിരുന്നു. കാരണം അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് തറക്തു ഫീക്കും അംറൈനി, നിങ്ങളിൽ ഞാൻ 2 കാര്യം ഇട്ടേച്ചു പോകുന്നുണ്ട്. ആ 2 കാര്യത്തെയും നിങ്ങൾ സ്വീകരിക്കുന്ന പക്ഷം, നിങ്ങൾ മുറുകെ പിടിക്കുന്ന പക്ഷം പ്രിയപ്പെട്ട സഹോദരന്മാരെ വഴിവഴക്കുകയില്ല എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിറാത്തൽ കിതാബി വസുന്ന എന്ന് പറയാമായിരുന്നു. പക്ഷേ സിറാത്തൽ കിതാബി വസുന്ന എന്ന് പറയാതെ സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലല്ലാലീൻ. പടച്ചവനെ, നീ അനുഗ്രഹം ചെയ്തവരുടെ മാർഗം, ആ മാർഗത്തിലൂടെയാണ് ഞങ്ങളെ നയിക്കേണ്ടത് എന്ന് പടച്ചവനോട് പ്രാർത്ഥിക്കുന്നു. റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്. ഏതാണ് നേരായ മാർഗം? അള്ളാഹു അനുഗ്രഹം ചെയ്ത അമ്പിയാക്കൾ, സ്വാലിഹീങ്ങൾ, ശുഹദാക്കൾ, മുഅ്മിനുകൾ അവരുടെ മാർഗമാണ്. ആ മാർഗത്തെ പിൻപറ്റലാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഒരു വിശ്വാസി ജീവിതത്തിൽ അനിവാര്യമായും അനുവർത്തിക്കേണ്ട പ്രധാനപ്പെട്ട ഘടകം എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഇവിടെയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന് പിഴച്ചത്. മതങ്ങളെ അറിയുക പ്രമാണങ്ങളിലൂടെ എന്ന പേരിൽ അവർ ലഘുലേഖ പ്രസിദ്ധീകരിച്ചപ്പോൾ ഈ പാരമ്പര്യത്തെ ചോദ്യം ചെയ്യുകയാണ് ചെയ്തത്. അബുല്ലാല മൗദൂദി ഇവിടെ വന്നപ്പോൾ സംഗീതോർ തഹ്കീഖ് പൈദാ ഹോനെ കെ ബാദ്, എനിക്ക് ഗവേഷണ നിരീക്ഷണങ്ങൾക്ക് കഴിവാർജതിന് ശേഷം പൂർവീകരിൽ നിന്ന് കിട്ടിയ മതത്തെ ഞാൻ വലിച്ചെറിഞ്ഞു, പൊട്ടിച്ചെറിഞ്ഞു എന്നാ പറഞ്ഞത്. നിങ്ങൾ നോക്ക്, എന്റെ കൈവശമുള്ളത് റൂദാദെ ജമാഅത്തെ ഇസ്ലാമി എന്ന പുസ്തകമാണ്. ഈ പുസ്തകം ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് എന്ന അവരുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണ വിഭാഗം പുറത്തിറക്കിയ പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ നോക്കൂ നിങ്ങൾ, അവരുടെ ജമാഅത്തെ ഇസ്ലാമിയിൽ ഒരാൾക്ക് മെമ്പർ ആവണമെങ്കിൽ ഷഹാദത്ത് കലിമ പുതുക്കേണ്ടിയിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അബുല്ലാല മൗദൂദിയുടെ നേതൃത്വത്തിൽ ഇവിടെ വന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ആ സംഘടനയുടെ ഭരണഘടന പ്രിയപ്പെട്ടവരെ അവരുടെ അനുധാവനം ചെയ്യുന്ന നിയമാവലികൾ എന്തായിരുന്നു? ഉദാദ് ജമാഅത്തെ ഇസ്ലാമി എന്ന പുസ്തകത്തിൽ വളരെ വ്യക്തമായി ഇതിന്റെ 19ാമത്തെ പേജിൽ നിങ്ങൾക്ക് കാണാം. ആമുഖപ്രസംഗത്തിന് ശേഷം അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയുടെ ഇസ്ലാമി ഭരണഘടനയുടെ കരട് കോപ്പി വായിക്കാൻ തുടങ്ങി. 1-2 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ യോഗത്തിൽ സന്നിഹിതരായവർക്ക് അതിന്റെ ഏതാനും കോപ്പികൾ നൽകിയിരുന്നു. എന്നിങ്ങനെ പറഞ്ഞ് എല്ലാം ചർച്ച ചെയ്തതിന് ശേഷം അനന്തരം
മൗദൂദി സാഹിബ് എഴുന്നേറ്റ് നിന്ന് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹി എന്ന് ആവർത്തിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ജനങ്ങളെ നിങ്ങൾ സാക്ഷിയാവുക, ഞാനിപ്പോൾ ഒരു നവ മുസ്ലിമാണ്. ജമാഅത്തെ ഇസ്ലാമി അല്ലാത്ത ഒരു വിഭാഗത്തിൽ നിന്ന് ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടനയിലേക്ക് വരുമ്പോൾ ഷഹാദത്ത് കലിമ പുതുക്കിയതിന് ശേഷം പ്രഖ്യാപിക്കുന്നത് ഞാൻ ഒരു നവ മുസ്ലിമാണ് എന്നതാണ്. നവ മുസ്ലിമാണ് എന്നതാണ്. ഒരു പുതിയ മുസ്ലിമായിട്ടാണ് ജമാഅത്തെ ഇസ്ലാമിൽ മെമ്പർഷിപ്പ് ആകുന്നത് എന്ന് വളരെ വ്യക്തമായി പുസ്തകത്തിന്റെ 19ാമത്തെ പേജിൽ പച്ച മലയാളത്തിൽ എഴുതിയത് നിങ്ങൾ കാണാം. ആർക്ക് വേണമെങ്കിലും ഒന്ന് നോക്കാവുന്നതാണ്. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് വിഷയങ്ങളിലേക്ക് നമുക്ക് ചോദ്യോത്തര വേളയിൽ അത് സംബന്ധമായി ചോദ്യം വരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെ അബദ്ധം സംഭവിച്ചത് പാരമ്പര്യത്തെ ചോദ്യം ചെയ്തു എന്നതാണ്. ഖുർആൻ പറഞ്ഞു, വത്തബി സബീല മൻ അനാബ്, നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തെ പിൻപറ്റുക, മാർഗത്തിൽ പിൻപറ്റിയവരെ പിന്തുടരുക എന്ന് പറഞ്ഞത് കാണാം. ഏതായിരുന്നാലും പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹുവിന്റെ റസൂൽ ഹബീബ് മുഹമ്മദ് മുസ്തഫ തങ്ങളും സഹാബത്തെ കിറാമും സഞ്ചരിച്ച പാന്താവിൽ നിന്ന് വ്യതിരിക്കുകയാണ്. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും സ്വീകരിക്കുന്നു എന്ന അവകാശവാദം ഉന്നയിക്കുന്ന ആളുകൾ ആ ഒരു ഖുർആനും സുന്നത്തും വന്ന പാരമ്പര്യത്തെ തള്ളിക്കളയുകയാണ്. ഞാനൊരു നവ മുസ്ലിമാണ് എന്ന് പ്രഖ്യാപിച്ച മൗദൂദിയെ സംബന്ധിച്ച് എന്താണ് അവരുടെ കാഴ്ചപ്പാട്? മൗലവിമാര് തന്നെ പറയുന്നത് കാണാം. യഥാർത്ഥത്തിൽ എല്ലാ വിമർശനവും ചെന്ന് പതിക്കുന്നത് പലപ്പോഴും സയ്യിദ് അബുൽ അലാ മൗദൂദിയുടെ മേലാണല്ലോ. ആരാണ് സയ്യിദ് അബുൽ അലാ മൗദൂദി? ഇവിടെ പലരും അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് തോന്നും അദ്ദേഹം ഇവിടെ കേരളത്തിലെ ഏതോ ഒരു മൗലവിയെ പോലെയുള്ള ഒരു മൗലവിയാണ്. ആ മൗലവിയാണ് തങ്ങൾ ഈ വിമർശിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ വിമർശിക്കപ്പെടുന്നതെന്ന് എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ എപ്പോഴെങ്കിലും തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നാൽ ആരാണ് യഥാർത്ഥത്തിൽ സയ്യിദ് മൗദൂദി? സയ്യിദ് മൗദൂദി ആധുനിക കാലഘട്ടത്തിലെ ഏറ്റവും പ്രമുഖനായ ഇസ്ലാമിക നവോത്ഥാനകൻ. അപ്പൊ ആധുനിക ലോകത്ത് ഏറ്റവും വലിയ നവോത്ഥാന നായകനായിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. മറ്റൊരു മൗലവി സലാം വാണിയമ്പലം എന്ന മൗലവി പരിചയപ്പെടുത്തുന്നത് നോക്കൂ നിങ്ങൾ. ലോകത്തുള്ള അറിയപ്പെട്ട സലഫി പണ്ഡിതന്മാർ നമ്മുടെ നാട്ടിലുള്ളത് പോലുള്ളവരല്ലാത്ത, ഇതേക്കുറിച്ച് വിവരങ്ങളില്ലാത്ത ആളുകളെ മാറ്റി നിർത്തിയാൽ ലോകത്തെ അറിയപ്പെട്ട ഒരു സലഫി പണ്ഡിതനും മൗദൂദി സാഹിബിനെ സംബന്ധിച്ച് ഇങ്ങനെ പറയുന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ ചിന്തകളെ, വ്യതിരിക്ത ചിന്തകളെ വിശേഷിപ്പിച്ചിട്ടില്ല. പകരം ഈ നൂറ്റാണ്ടിലെ 20ാം നൂറ്റാണ്ടിലെ ഇസ്ലാമിക നവോത്ഥാന നായകനിൽ ഒരാളായി ഇസ്ലാമിന് വലിയ സേവനങ്ങൾ ചെയ്ത ഒരു മഹാനും ആയിട്ടാണ് മൗദൂദിയെ വിലയിരുത്തിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ വിലയിരുത്തിയ സലഫി പണ്ഡിതന്മാരെക്കാൾ എല്ലാം വിവരമുള്ളവരാണ് നാം എന്ന് നമ്മെപ്പറ്റി നമ്മൾ ധരിക്കരുത്. മുജാഹിദ് പ്രസ്ഥാനത്തിന് ജമാഅത്തെ ഇസ്ലാമിക്കാർ മറുപടി പറഞ്ഞപ്പോൾ സലാം മൗലവി മാണിയമ്പലം പറഞ്ഞ വിഷയമാണത്. അപ്പോൾ ഇത്ര നവോത്ഥാന നായകനായി പരിചയപ്പെടുത്തുന്ന അബുൽ അലാ മൗദൂദിയുടെ അനുയായികൾ ജമാഅത്തെ ഇസ്ലാമിക്കാർ എന്നാൽ പരിപൂർണമായിട്ട് അദ്ദേഹത്തെ അംഗീകരിക്കുന്നുണ്ടോ? അദ്ദേഹത്തെ സ്വീകരിക്കുന്നുണ്ടോ? ഇവിടെ ജമാഅത്തെ ഇസ്ലാമിക്കാരുണ്ട് സാർ? ഉണ്ട്. ഇവിടെ ജമാഅത്തെ ഇസ്ലാമിക്കാരെ പള്ളിയിൽ സ്ത്രീകൾ പോവാറുണ്ടോ? ഉണ്ടോ? ഉണ്ട്. ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ നേതാവ് അബുൽ അലാ മൗദൂദി സ്ത്രീകൾക്ക് പള്ളിയിൽ പോകുന്ന വിഷയത്തിൽ എന്ത് നിലപാടാണ് എടുത്തത്? പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഏത് വിഷയമാണ്, എന്ത് നിലപാടാണ് എടുത്തത്? ഇത് അബുൽ അലാ മൗദൂദിയുടെ തഫ്ഹീമുൽ ഖുർആൻ വാല്യം 3ാമത്തെ പേജാണ്, 3ാമത്തെ വാല്യമാണ്. തഫ്ഹീമുൽ ഖുർആനിന്റെ 3ാമത്തെ വാല്യത്തിൽ വളരെ വ്യക്തമായി കൊണ്ട് തന്നെ സ്ത്രീ പള്ളി പ്രവേശത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഇതിന്റെ 383ാമത്തെ പേജിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, പ്രിയപ്പെട്ടവരെ, സ്ത്രീകൾക്ക് പള്ളിയിലേക്ക് വരുന്നത് വിലക്കരുത്, അവരുടെ വീടുകളാണ് അവർക്ക് ഉത്തമം എന്ന് പറഞ്ഞ് മുഹമ്മദ് റളിയല്ലാഹു അൻഹയുടെ ഹദീസ്, നബി തങ്ങളോട് ഞാൻ പള്ളിയിൽ വരട്ടെ എന്ന് ചോദിച്ചപ്പോ നീ വീടിന്റെ ഉള്ളിൽ വെച്ചാണ് നിസ്കരിക്കുക എന്ന് അള്ളാഹുവിന്റെ റസൂൽ സഹാബി വനിതയോട് പറഞ്ഞ ആ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് സ്ത്രീ പള്ളി പ്രവേശത്തെ നിരുത്സാഹപ്പെടുത്തിയ അബുൽ അലാ മൗദൂദിയെ എന്തുകൊണ്ട് തള്ളി? മൗലവിമാരെ ചോദിക്കട്ടെ, അൽ ഹിജാബ് എന്ന എല്ലാ മൗദൂദിയുടെയും പ്രസിദ്ധീകരണങ്ങൾ ഉറുദുവിൽ നിന്ന് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോ
മലയാളത്തിലേക്ക് മൗദൂദികൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ മടിക്കുന്ന ഒരു പുസ്തകമാണ് അൽ ഹിജാബ് എന്ന് പറയുന്നത്. ഈ അൽ ഹിജാബിൽ വളരെ വ്യക്തമായി കൊണ്ട് തന്നെ ഇതിന്റെ 338 340 പേജുകളിൽ പറയുന്നു, സ്ത്രീകൾക്ക് പള്ളിയിലേക്ക് പോകാൻ പാടില്ല, പള്ളിയിൽ പോകുന്നത് നബി തങ്ങൾ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തേ അണികൾക്ക് നേതാവിനെ ഈ വിഷയത്തിൽ പിടിച്ചില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, ഓ അബ്ദുറഹ്മാനെ പോലെയുള്ള ആളുകള് സ്ത്രീ പള്ളി പ്രവേശം എന്ന പേരിലൊക്കെ പുസ്തകം എഴുതുമോ നേതാവിനോട് ചെയ്യുന്ന ദ്രോഹമായിരുന്നു എന്നുള്ളത് അവർ ഓർക്കേണ്ടിയിരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് എന്താണ് ഇങ്ങനെയാവാൻ കാരണം? ഇങ്ങനെ അണികൾക്ക് നേതാവിനെ വിശ്വാസമില്ലാതിരിക്കാനുള്ള കാരണം എന്താണ്? എന്തായിരുന്നു അതിന്റെ പ്രധാനപ്പെട്ട വിഷയം? ഒന്നാമത് അഭിപ്രായം മാറ്റിക്കൊണ്ടിരിക്കുക എന്ന വിഷയമാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിനും ജമാഅത്തെ ഇസ്ലാമിക്കാർക്കും സംഭവിച്ചത് അതാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്ന് പറഞ്ഞതല്ല നാളെ പറയുക. ഉത്തരവാദിത്തത്തോടുകൂടെ പറയട്ടെ, 1973 പ്രബോധനത്തിലെ ഏപ്രിൽ 8 പറഞ്ഞത് എന്താണ്? 3 തലാഖും ഒന്നിച്ചു ചൊല്ലിയാൽ 3 പോകുമെന്ന്. 1983 പ്രബോധനത്തിൽ വീണ്ടും മറുപടി 3 തലാഖ് ചൊല്ലിയാൽ 1 പോകൂ എന്ന്. 93 അവരോട് ചോദിച്ചു, 3 പോകുമെന്ന് 73 1 പോകൂ എന്ന് 83 വന്നിട്ടുണ്ടല്ലോ, ഏതാ സ്വീകരിക്കേണ്ടത്? മറുപടി ഇഷ്ടമുള്ളത് സ്വീകരിക്കുക. ഇതാ ഫത്വ. ഇതെന്ത് ഫത്വയാണ്? ജുമുഅ ഖുതുബ എന്ന് പറയുന്ന അബുൽ അല മൗദൂദി സാഹിബിന്റെ പുസ്തകത്തിൽ വളരെ വ്യക്തമായി കൊണ്ട് തന്നെ കാണാം. 99-ാമത്തെ പേജിൽ ഖുതുബ ട്രാൻസ്ഫർ ചെയ്യാൻ, ഖുതുബയൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുമോ, പരിഭാഷപ്പെടുത്താൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിന് എന്താ മറുപടി? ഈ കാര്യം അഥവാ ഖുതുബ ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നത് ചെയ്യാമെന്നാണ് എന്റെ അഭിപ്രായം. അഥവാ ചെയ്യലാണ് ഉത്തമം, അല്ലെങ്കിൽ ചെയ്യാതിരിക്കേണ്ടതാണ്. അഥവാ ചെയ്യാതിരിക്കലാണ് ശരി. എന്താ മനസ്സിലായി? ചെയ്യൽ ഉത്തമം, ചെയ്യാതിരിക്കൽ ശരി. ഇങ്ങനെ ഒന്നും ഉണ്ടാവും? ഇങ്ങനല്ലേ പൊന്നാര മുത്തുമാണിക്ക കല്ലുകളെ? ഇങ്ങനെയല്ലേ അബുൽ അല മൗദൂദിയുടെ ജുമാ ഖുത്ബ? അതിന്റെ പുതിയ എഡിഷനിലുണ്ട്, പഴയ എഡിഷനിലുണ്ട് ഇത്. അപ്പോൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുക എന്നത് പ്രധാനമായിട്ടും പ്രിയപ്പെട്ട കൂട്ടുകാരെ, സഹോദരന്മാരെ, ഇങ്ങനെ വന്നതാണ്. എന്താ അത് കാരണം? പൂർവികരുടെ വ്യാഖ്യാനങ്ങൾ തള്ളിക്കളഞ്ഞു എന്നതാണ്. ഖുർആൻ സമജ്നെ കെ ലിയെ കിസി മുഫസ്സർ കോ ഹാജത്ത് നഹീ ഹേ, ഏക് അഅല ദറജ പ്രൊഫസർ കാഫി ഹേ. ഒരു അറബി അറിയുന്ന പ്രൊഫസർ മതി എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ഇതൊക്കെ. എന്നിട്ട് മുജാഹിദ് പ്രസ്ഥാനം ജമാഅത്തെ ഇസ്ലാമിക്കാരെ വിമർശിക്കുമ്പോൾ ആ വിമർശനത്തെ മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരിൽ ജമാഅത്തെ ഇസ്ലാമിക്കാർ ഖണ്ഡിക്കുന്നത് നിങ്ങൾക്ക് കാണാം. എന്താണ് ഒരു സലഫിയും ഷാഫിയും തമ്മിൽ ഈ വിഷയത്തിൽ വ്യത്യാസം? എന്താണ് വ്യത്യാസം? ഒരു വ്യത്യാസമില്ല. ഇനി എങ്ങനെ ഇവർക്ക് ഏകീകരണം ചിന്തിക്കാൻ കഴിയും? അവരുടെ ഉള്ളിൽ പോലും ഈ 65 വർഷം അവരുടെ ജീവിതത്തിന്റെ ലക്ഷ്യങ്ങളൊന്നായി കർമ്മശാസ്ത്രപരമായി ഏകീകരണത്തിന് വേണ്ടി അവർ ഇറങ്ങി പുറപ്പെട്ടിട്ട് ഏകീകരണം നടന്നോ എന്നത് നമ്മുടെ സലഫി സുഹൃത്തുക്കൾ വിചാരിച്ചുള്ള നമ്മുടെ ജമാഅത്തോടെ നടത്തിക്കുന്ന കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. നിങ്ങളുടെ ഉള്ളിൽ പ്രസ്ഥാനങ്ങളുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ ഈ ഏകീകരണം ഉണ്ടായിട്ടുണ്ടോ? മടവൂർ പറഞ്ഞത്രേ, നമ്മൾ പരിശോധിച്ചു നോക്കിയപ്പോൾ 21 നമസ്കരിക്കാമെന്ന് കാണുന്നു. അതിനൊക്കെ മറുപടി അദ്ദേഹം ഇപ്പോഴാണ് അങ്ങനെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ കാണുന്നത്. അദ്ദേഹം അങ്ങനെ പലതും കാണും. അതൊന്നും നമുക്ക് ബാധകമല്ല പറയുന്നത്. മടവൂർ വ്യക്തമായി ചോദിക്കുകയാണ്. ഇത് തന്നെ മഹാനായ ഇബ്നു തൈമിയ്യ പറഞ്ഞിട്ടുണ്ട് 23 നമസ്കരിക്കാം. അപ്പൊ ഇബ്നു തൈമിയ്യയെ ചോദിച്ചപ്പോൾ അതുപോലെ സിദ്ദിഖിയായ ഇഖ്തിലാഫാണ്. ഇബ്നു തൈമിയ്യയുടെ സിദ്ദിഖിയായ ഇഖ്തിലാഫാണ്. എങ്കിലും ഷെയ്ഖ് അബ്ദുൽ വഹാബ് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് ഒരു സിദ്ദിഖിയായ ഒരു നിജമാണ്, ഒരു അഭിപ്രായ വ്യത്യാസമാണ്. ഇബ്നു തൈമിയ്യ പറഞ്ഞപ്പോൾ ഷെയ്ഖ് അബ്ദുൽ വഹാബ് പറഞ്ഞപ്പോൾ സിദ്ദിഖിയായ ഒരു ചിന്തമാണ്. അപ്പോ തറാവീഹിന്റെ വിഷയത്തിൽ 23 വേണോ 8 വേണോ എന്ന് ചോദിച്ചപ്പോ ജമാഅത്തെ ഇസ്ലാമിക്കാർ പറഞ്ഞു വേണമെങ്കിൽ 8 അതിന് പ്രശ്നമാക്കണ്ട, വേണമെങ്കിൽ 20 ആവാം, അതിനും പ്രശ്നമാക്കണ്ട. ഓലെ ശൈലി എങ്ങനെയാണ്? കുനൂത്തോ എന്നാ ഞാൻ ഓദിക്കോ, വേണ്ടേ എന്നാ വേണ്ട. ഏത് വിഷയം നോക്കിയാലും ഇങ്ങനെയുള്ള ഒരു ഇരട്ടത്താപ്പ് നയാണ്. സുന്നികൾ പറഞ്ഞു 2 ഖുതുബയും അറബിയിലാവണം. മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞു 2 ഖുതുബയും മലയാളത്തിലാവണം. ജമാഅത്തെ ഇസ്ലാമിക്കാർ പറഞ്ഞു 1 അറബിയിലും 1 മലയാളത്തിലും. ഒരെങ്ങനെ നിർവഹിക്കൽ എന്നറിയില്ല. കുത്തുബാത്തിന്റെ ആമുഖം എടുത്തു നോക്കിയാൽ മതി. അബുൽ അല മൗദൂദിയുടെ കുത്തുബാത്തിന്റെ ആമുഖത്തിൽ വളരെ വ്യക്തമായിട്ട് 2ാം ഖുതുബ അറബിയിൽ തന്നെ ആവണം എന്നുണ്ട്. അപ്പൊ 2 ഖുതുബയും അറബിയിലാവണം എന്ന് സുന്നികൾ,
രണ്ട് ഖുത്ബയും ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്ന് മുജാഹിദുകൾ. അപ്പൊ അതിന്റെ ഇടയിൽ ഒരു മദ്യം ഒന്നെങ്ങനെയാണ്. പണ്ടൊരു ഉമ്മാന്റെ തല്ലണ പ്രശ്നം വന്നു, 3 മക്കള്. ഒരാൾ പറഞ്ഞു ഉമ്മാന്റെ വായിലെ എല്ലാ പല്ലും തട്ടും, ചെറിയ മോൻ പറഞ്ഞു ഒന്നും തട്ടൂല. അപ്പൊ നടുത്തോ മദ്യം പറഞ്ഞു ഈ ഒന്നും തട്ടൂല എന്നും പറയണ്ട, ഈ മുഴുവൻ തട്ടൊന്നും പറയണ്ട, 10ഓ 12ഓ തട്ടിക്കോ. ഇങ്ങനെയുള്ള മദ്യമാണ് പ്രിയപ്പെട്ടവരെ ഇവരുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെന്ത് അടിസ്ഥാനമാണ്? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അഭിപ്രായങ്ങൾ മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുക എന്നത് ഇത്തരം കക്ഷികളുടെ ലക്ഷണമാണ്. നിങ്ങൾ നോക്ക്, മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിലേക്ക് വരുമ്പോൾ 17 വിഷയങ്ങളിലാണ് സുന്നികളോട് തർക്കമുള്ളത്. ഇന്നത് 193 വിഷയമായി മാറി. ആരോടാണ് മാറ്റിയത്? എന്തിനാ മാറ്റിയത്? 1952 മുമ്പ് ഉറുക്കുകെട്ടൽ ജായിസ്, ഇപ്പൊ ഉറുക്കുകെട്ടൽ ശിർക്ക്. 1952 വരെ നബിദിനം കഴിക്കൽ സുന്നത്ത്, ഇപ്പൊ ബിദ്അത്ത്. 1952 മുമ്പിൽ കൂട്ടുപ്രാർത്ഥനയാവാം, ഇപ്പോഴോ അത് വ്യഭിചാരത്തിനേക്കാൾ വലിയ കുറ്റം എന്നാ പറഞ്ഞത്. ഒരാൾ പള്ളിന്ന് റബ്ബന പടച്ചോനെ ആത്തിന ഞങ്ങൾക്ക് നൽകണം ദുനിയാവിൽ ഹസനത്തും വഫിൽ ആഖിറത്തി ആഖിറത്തിലും ഹസനത്തും നൽകണം എന്ന ദുആ, അല്ലെ സുബൈക്ക് അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ, അതായത് പടച്ചോനെ എന്നെ ഹിദായത്താക്കണം എന്ന ദുആ വ്യഭിചാരത്തിനേക്കാൾ വലിയ കുറ്റമായിട്ടാണ് ഇവർ അവതരിപ്പിക്കാറുള്ളത് മുജാഹിദ് പ്രസ്ഥാനം. എന്തേ? മാറ്റിക്കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ഏത് വിഷയം എടുത്തു നോക്കിയാലും ഓരോന്നോരോന്ന് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പഴയ കാലത്ത് ഖുനൂത്തിന്റെ വിഷയത്തെ ഒരു മൗലവിയോട് ചോദിച്ചപ്പോ ആ മൗലവി അതിനെ ന്യായീകരിക്കുന്നത് നോക്കൂ നിങ്ങൾ. ഇപ്പൊ ചിലപ്പോ ഇങ്ങനെ പഴയ പഴയ അമലിയാത്തില് സുബഹി നമസ്കാരത്തിൽ ഖുനൂത്ത് ഓതാം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് മുജാഹിദുകളുടെ ഇസ്ലാഹി പ്രസ്ഥാനക്കാരുടെ അമലിയാത്തല്ലേ, അവരുടെ പുസ്തകമല്ലേ, അവരുടെ ലേഖനമല്ലേ, അവരുടെ പത്രമല്ലേ ആണ്. അതിൽ ഖുനൂത്ത് ഓതാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, പറഞ്ഞിട്ടുണ്ട്. എന്താ അത് സ്വീകരിക്കാത്തത്? അതിന് തെളിവില്ലാത്തത് കൊണ്ട്. ഇതാണ് ഇയാളെന്താ പറഞ്ഞത്? പഴയ കാലത്ത് ഖുനൂത്ത് ഓതാന്ന് മുജാഹിദ് പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടുണ്ട്. ആ പുസ്തകം മുജാഹിദുകളുടേതല്ലേ? അതെ. പിന്നെന്താ അത് ഇപ്പൊ എടുക്കാത്തത്? അത് തെളിവില്ലാത്തത് കൊണ്ട്. അപ്പൊ 50 കൊല്ലത്തിന്റെ മുമ്പ് മുജാഹിദ് പ്രസ്ഥാനം പ്രചരിപ്പിച്ചിരുന്നൊരു വിഷയം 50 കൊല്ലത്തിന് ശേഷം ഒരു മൗലവി പറയുന്നു തെളിവില്ല. ഇനി ഇയാൾ തെളിവില്ല എന്ന് 50 കൊല്ലത്തിന്റെ ശേഷം വേറൊരു മൗലവി എന്ന് പറഞ്ഞാൽ എന്തെടുക്കുക? എന്താ ചെയ്യുക? കാരണം 50 കൊല്ലത്തിന്റെ മുമ്പുള്ളത് 50ന്റെ ശേഷം ഇവിടെ തിരുത്തുക. ഇനി 50ന് ശേഷം തിരുത്തുന്ന ഇപ്പൊ ഈ പറയുന്നത് 50 കൊല്ലം കഴിഞ്ഞ് തിരിച്ചാലോ? സക്കരിയ സലാഹിയൊക്കെ മിനിറ്റ് കൊണ്ടാ തിരുത്താറുള്ളത് അല്ലേ? എന്നിട്ട് ഇങ്ങനെയൊക്കെ മാറ്റുമ്പോ ഈ മാറ്റൊക്കെ ഉണ്ടായിട്ടും ഒരു മൗലവി പറയുന്നത് നോക്കൂ, ഈ പ്രസ്ഥാനം ഒരു നൂറ്റാണ്ടുകാലമായി ഇവിടെ സംഘടിതമായി പ്രവർത്തിച്ചു വന്ന ഈ ഒരു നൂറ്റാണ്ടുകാലം അതിന്റെ ആരംഭത്തിൽ എന്താണോ ജനങ്ങളോട് പറഞ്ഞത് അതിൽ നിന്ന് ഒട്ടും കുറക്കാതെ ഒരഹർഫ് പോലും ഒരക്ഷരം പോലും കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാതെ ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രത്യേകത. ഇത് കൃത്യമായൊരു പ്രത്യേകതയാണ്. ഒന്നും മാറ്റി ഒന്നും ചെയ്തിട്ടില്ല. ഇത് ഒരു കറുത്ത് പല്ലൊക്കെ പൊന്തി അറ്റ വികൃതമായൊരു പെണ്ണിനെ സുന്ദരി എന്ന് വിളിക്കുന്നത് പോലെ ഈ പറയുന്നത്. കാരണം എന്താ? മാറ്റിയിട്ടേയുള്ളൂ. കേരളത്തിൽ ആദ്യത്തെ മദ്രസ ഞങ്ങളാ ഉണ്ടാക്കിയെന്ന് പറയും. ഒരു പറയും ഫറൂഖ് വാലം മുജാഹിദ് വന്നിട്ടുണ്ടായത്, അതങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറയാറുണ്ട്. എന്റെ പ്രിയപ്പെട്ടവർ, ഈ ആദ്യത്തെ മദ്രസയായ അൽ മദ്രസത്തുൽ ഇത്തിഹാദിയ എന്ന മദ്രസ ഉദ്ഘാടനം എന്ന റബീഉൽ അവ്വൽ 12-ന് അത് എങ്ങനെ? മൗലിദ് ഓതിയിട്ട്. ആ മൗലിദ് ആഘോഷത്തിലേക്ക് ഐക്യസംഘത്തിന്റെ പ്രസിഡന്റായ പുസ്തകത്തിന്റെ നക്കലാണ് ജനാബ് കോട്ടപ്പുറത്ത് അഹമ്മദ് ഹാജി അവറുകൾ 4 തെങ്ങ് വഖഫ് ചെയ്തു. 4 തേങ്ങയല്ല, എന്നൊരു സമാധാനം ഉണ്ടായിരുന്നു. 4 തെങ്ങുകൾ വഖഫ് ചെയ്തു എന്നാണ് പ്രിയപ്പെട്ടവർ അതിലുള്ളത്. ആ തെങ്ങ് മൂത്ത് മുറിച്ചു കഴിഞ്ഞപ്പോ ഇപ്പൊ പറയുന്നു 1 രൂപ കൂടെ കൊടുക്കാൻ പാടില്ല. ഇതെന്ത് മതാണ്? ഇത് കുരുളകിന്റെ വില ഇങ്ങനെ മാറാന്? ഇങ്ങനെ ഓരോന്ന് മാറ്റിക്കൊണ്ടിരുന്നിട്ടും മാറ്റമില്ല എന്നാ പറയുന്നത്. എന്നാ മാറ്റിയത് ഇഷ്ടം പോലെ ഉണ്ടേനും അടുത്തിട്ടുണ്ട്. ഈ സ്ഥലത്തിൽ ഞങ്ങളെ പഠിപ്പിച്ചെന്താറിയോ? മറിഞ്ഞ മാർഗത്തിലൂടെ സഹായിക്കാൻ അള്ളാഹ് മാത്രമേ സഹായിക്കുള്ളൂ. അതുകൊണ്ട് സിഹർ മുഖേന നമ്മൾ സഹായിച്ചു വിചാരിച്ചാൽ തെറ്റാവും. ഞാനൊക്കെ കുറെ കാലം വിശ്വസിച്ച് പ്രസംഗിച്ചിറങ്ങിയിരുന്നു. അള്ളാഹു എനിക്ക് പുറത്തു തരട്ടെ. ഞാനിപ്പോ പ്രാർത്ഥിക്കുകയാണ് ഇയാളെ കെണിയിൽ ഇസ്രായേൽ പ്രസ്ഥാനം രക്ഷപ്പെട്ടത്. അപ്പൊ ഇയാൾ പറഞ്ഞെന്താ? സിഹർ മുഖേന സഹായം കിട്ടും എന്ന് വിചാരിച്ചാൽ സിഹർ മുഖേന സഹായിക്കുക എന്ന് കരുതാൻ തെറ്റാവുന്ന മനസ്സിലാക്കിയത്. അള്ളാഹു എനിക്ക് പുറത്തു തരട്ടെ. സിഹറിലൂടെ സഹായിക്കൽ തെറ്റന്നല്ലേ ഹബീബെ?
അപ്പൊ അള്ളഹാനോട് അതിന് പൊറുക്കലിനെ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? പടച്ചവനെ, കഴിഞ്ഞ റമദാൻ മാസത്തില് ഞാൻ ഇങ്ങനെ സംഭവിച്ചു, അല്ലെ അങ്ങനെ സംഭവിച്ചു, ഞാൻ നോമ്പെടുത്തു, അതിന് പുറത്തരണേന്ന് ആരെങ്കിലും പറയോ? അപ്പൊ ഇങ്ങനെ മാറ്റിപ്പറയുക എന്നുള്ളതുണ്ട് എന്നാണ് സാന്ദർഭികമായി ഉണർത്തുന്നത്. ഇങ്ങനെ മാറ്റിപ്പറഞ്ഞു ഈ കക്ഷികൾ. അള്ളാഹുവിന്റെ റസൂലും സഹാബത്തെ കിറാമും സഞ്ചരിച്ച സൽപാന്താവിൽ നിന്ന് ആശയവ്യതിയാനം സംഭവിച്ചു ഭിന്നിച്ചപ്പോൾ സുന്നികൾക്കെതിരെ ഭിന്നിപ്പിന്റെ സ്വരം മുഴക്കിയിരുന്ന ആളുകൾ, തൗഹീദ് പിഴച്ചു എന്ന് പറഞ്ഞിരുന്ന ആളുകൾ, ഇപ്പോൾ അവർ പരസ്പരം പഴിചാരാൻ തുടങ്ങി. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഭിന്നിപ്പ് ഒരു മൗലവി പറയുന്നു, നോക്കൂ, ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് പറയട്ടെ. ഇപ്പോൾ മുജാഹിദ് സുഹൃത്തുക്കൾ, നിങ്ങൾക്കറിയാം, മുജാഹിദ് സുഹൃത്തുക്കൾ കേരളത്തിൽ രണ്ടായി പിളർന്നപ്പോൾ അവർ സ്വീകരിച്ച നിലപാട് എന്താണ്? ജമാഅത്തെ ഇസ്ലാമി പിഴച്ചു, ജമാഅത്ത് ഇസ്ലാമിക്ക് തൗഹീദിൽ പിഴച്ചു, അവർ വഹിച്ചു വരിക്കുന്നു, ഇസ്ലാമിന്റെ ശത്രുക്കളാണ് എന്നെല്ലാമാണല്ലോ പറഞ്ഞു നടക്കുന്നത്. അങ്ങനെ പറഞ്ഞു നടക്കുന്ന കക്ഷി രണ്ടായി പിളർന്നതിൽ ജമാഅത്ത് ഇസ്ലാമിക്ക് എന്തായാലും ഒരു പങ്കില്ലല്ലോ. പിളർന്ന ശേഷം അവർ ഇപ്പോൾ പള്ളികൾക്ക് വേണ്ടി തല്ലുകൂടുന്നു, പള്ളികൾ പൂട്ടിക്കുന്നു, ക്രിമിനൽ കേസുണ്ടാക്കുന്നു, കോടതിയെ സമീപിക്കുന്നു. മാത്രമല്ല അവർക്കിടയിൽ പരസ്പരം വിമർശിക്കുവാൻ വേണ്ടി എഴുതിയ പുസ്തകമാണിത്. 16 പുസ്തകം ഇത് തന്നെയുണ്ട്. അഥവാ എന്റെ കയ്യിൽ തന്നെ രണ്ട് കക്ഷികൾ പരസ്പരം വിമർശിക്കുവാൻ വേണ്ടി എഴുതിയ 16 പുസ്തകങ്ങളുണ്ട്. ഇതൊന്നുപോലും മറ്റൊന്നല്ല, ഇതൊന്നാണ്. ഇതാണ് മറ്റൊന്ന്, ഇതാണ് മൂന്നാമത്തെ മറ്റൊരു പുസ്തകം, ഇതാണ് നാലാമത്തെ വേറൊരു പുസ്തകം, ഇതാണ് ജിന്ന് സേവയുള്ള 5ാമത്തെ പുസ്തകം, ഇതാ 6ാമത്തെ പുസ്തകം, ഇതാ 7, ഇതാ 8, ഇതാ 9, ഇതാ 10, ഇതാ 11 മരന്നടൽ, ഇതാ 12 സെൽഫി മൻഹജ്, ഇതാ 13, ഇതാ 14, ഇതാ 15, ഇതാ 16. എന്റെ വശം മാത്രം മുജാഹിദുകൾ രണ്ടായി പിളർന്നപ്പോൾ അവർ പരസ്പരം വിമർശിക്കുവാൻ വേണ്ടി എഴുതിയ 16 പുസ്തകങ്ങളുണ്ട്. അപ്പോ ഇതിപ്പോ തേങ്ങട്ടതല്ല, പുസ്തകം ഇങ്ങനെ നിർത്തിയതാ. കാരണം നിങ്ങൾ ഇങ്ങനെ ഭിന്നിപ്പ് പറഞ്ഞപ്പോ അതിന് മറുപടി മുജാഹിദ് പ്രസ്ഥാനം അങ്ങോട്ടും പറയൽ തുടങ്ങി. പറയട്ടെ, നമ്മളെ മറ്റേ മൗലവി. ചില ആളുകൾ പറയുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞാലും ഇപ്പൊ ഈ കേസറ്റൊക്കെ കേട്ട് കഴിഞ്ഞാലും ചിലപ്പോ ഏതെങ്കിലും ജമാഅത്തിൽ കേൾക്കൂല, അഥവാ ആരെങ്കിലും കേൾക്കാൻ മനസ്സിലാണിട്ട് അവസാനം എന്താ പറയുന്നത്? ഇങ്ങനൊക്കെ ആണെങ്കിലും നിങ്ങളിപ്പോ നമുക്കല്ലേ, നിങ്ങൾ വളർന്നില്ലേ, നമ്മൾ ശക്തമായ ഒരുമയോടുകൂടെ മുന്നോട്ട്, നിങ്ങളെ ഒരുമ ഞാൻ കാണിച്ചുതരാം. ഒരുമ കണ്ടോളി. എന്താ കാര്യങ്ങളിൽ എന്നെ ചവിട്ടി പുറത്താക്കി ഓർക്കുക, നിങ്ങളെ ഒരു കൊച്ചു പറയാൻ നമ്മളെടുത്തുണ്ട്, ഇതൊന്നും ഇറക്കണ്ട. പല ആളുകളും നമ്മളോട് പറയും, നിങ്ങളിപ്പോ തമ്മിത്തല്ലേ, ഞങ്ങളിവിടെ വളരെ സ്ട്രോങ് അല്ലേ. മാധ്യമത്തിന് കറിവേപ്പിനെ പോലെ പുറത്തേക്കാൻ കഴിഞ്ഞു ഓർത്തുമ്പനെ. എന്നിട്ട് അയാള് അന്ന് കരഞ്ഞ ലേഖനാണ്, എന്നെ ചവിട്ടി പുറത്താക്കി. ഒരു പത്രത്തിന് കൊടുത്ത അഭിമുഖമാണ്. ഒരവസാനം മൂപ്പര് പറഞ്ഞതൊന്ന് ഞങ്ങളെ കേൾപ്പിക്കാം. കുറെ പറയേണ്ടത് കുറെ ഉണ്ടാവുമ്പോ കുറെ വായിക്കാണ്ടാവുമല്ലോ. വേണ്ടി വന്നാൽ നമുക്ക് ഈ കാസറ്റൊക്കെ ഇറങ്ങിയതിന്റെ ശേഷം പ്രതികരണമൊക്കെ ഉണ്ടെങ്കിൽ ഇനിയും വായിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പൊ നമ്മൾക്ക് ഈ കാര്യത്തിൽ മൂപ്പര് അവസാനം പറഞ്ഞത്, കാരണം ജമാഅത്തേരിപ്പ് വല്ലാതെ നിങ്ങൾ തമ്മിലടിക്കണം, ഞങ്ങൾ എന്തൊരു ഒരുമയാണ് ഞങ്ങളുടെ നേതാക്കന്മാർ തമ്മിലും. ഇസ്ലാമികമായ പ്രസ്ഥാനത്തിന്റെ ആളുകൾ സഹോദരങ്ങളാണ്. നിങ്ങൾ ഇടവണ്ണയിൽ തമ്മിലടിക്കുന്നു, ഒരിക്കൽ തമ്മിലടിക്കുന്നു, തെരഞ്ഞെടുപ്പിൽ അങ്ങനെ അവിടെ ഇങ്ങനെ ആ പുസ്തകങ്ങൾ ഇറക്കുന്ന വിമർശനങ്ങൾ നടത്തുന്നു. എന്നിട്ട് എവിടെയെങ്കിലും ഒരു ചെറിയൊരു ഒന്നിങ്ങനെ തോന്നിയിട്ടുണ്ടാവുമോ? അപ്പോഴത്തെ മാധ്യമത്തിൽ മെയിൻ ന്യൂസാണ് സുന്നിമുജാഹിദ് സംഘത്തിന് 4 ആളാ പറയുന്നു. ഒന്ന് തോന്നിയിട്ടുണ്ടാവുന്നു. അത് എവിടെയെങ്കിലും ചെറുതെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിങ്ങനെ പൊലിപ്പിച്ചുകൊണ്ട്, എന്തിനാ, ഞങ്ങൾ ഈ രാജ്യത്തെ സമാധാനകാംക്ഷികളാണ്, മുജാഹിദുകളോ തമ്മിലടിച്ച് കുളന്തോണ്ടല്ല പരിപാടി. ഓബ്ദുള്ള പറയുന്നത് നമ്മളെ സൂര്യ നമ്മളെ ജമാഅത്തെന്നൊന്നും പറഞ്ഞാൽ റസൂലുള്ളാഹിയുടെ കാലത്തുള്ളതൊന്നും അല്ല എന്ന് ഓബ്ദുള്ള പറഞ്ഞതെന്ന് കേട്ടോളൂ. അത് ശരിയാണ്, റസൂലുള്ളാഹിയുടെ കാലത്തുള്ളതൊന്നും അല്ല, അത് പിന്നെ വന്നതാണ്. അത് ഓബ്ദുള്ള പറഞ്ഞാൽ അത് ശരിയാണ്. കാര്യം ആര് പറഞ്ഞാൽ നമ്മൾ കേൾക്കണല്ലോ. അപ്പൊ ഇങ്ങനെ പരസ്പരം കലഹിക്കാൻ തുടങ്ങി. എന്നിട്ടോ ഭിന്നിപ്പ് എന്താണ്? അടിസ്ഥാനപരം തന്നെയാണ്. സുന്നികൾക്കെതിരെ ആരോപണം നടത്തിയവർ ഈ പ്രസ്ഥാനത്തിനും തൗഹീദിൽ പഴച്ചു എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇങ്ങനെയൊക്കെ വരാനുള്ള കാരണം? ഭാരതന്മാരായ സഹാബത്തെ കിറാമിനെയും മുൻഗാമികളായ ആളുകളെയും വിമർശിച്ചു എന്നതാണ്. അവരിവിടെ നമുക്ക് വരച്ച് കാണിച്ചു തന്ന ആദർശങ്ങൾ ചോദ്യം ചെയ്തു എന്നതാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് പറയാൻ പാടില്ലാത്തവർ, നബി തങ്ങളുടെ മദ്ഹ് പറഞ്ഞാൽ ശിർക്കാണ് എന്ന് ആരോപിക്കുന്നവർ, മുജാഹിദ് പ്രസ്ഥാനം ആദ്യകാലത്ത് അംഗീകരിച്ച് പിന്നീട് അത് തള്ളി. ജമാഅത്തെ ഇസ്ലാമിക്കാർ ബംഗ്ലാദേശിൽ 5 വരിലെ നബിദിന റാലി നടത്തും. അത് ഇന്ത്യ രാജ്യമാകുമ്പോൾ അതിർത്തി വിട്ടുകടന്ന ശിർക്കായി. ഇങ്ങനെ രാഷ്ട്രത്തിന്റെ മതിലുമ്മയാണ് ഇവരെ ശിർക്ക്. അതുപോലെ തന്നെ വാഹനത്തിന്റെ ഡീസലിനുള്ളിൽ അവരെ തൗഹീദ്. ഇങ്ങനെയാണ് ഇവരുടെ അവസ്ഥ എങ്കിൽ
അള്ളാഹുവിന്റെ റസൂലിനെയും സഹാബത്തെ കിറാമിനെയും അവർ അംഗീകരിക്കുന്നു എന്ന അവകാശവാദം ഉന്നയിക്കുമ്പോ തീർച്ചയായിട്ടും അവരുടെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു എന്നതിന്റെ ഒരുപാട് രേഖകളുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവരാ അവകാശപ്പെടാനുള്ളത് സഹാബത്തെ കിറാമിന്റെ ചര്യയാണ്. ഇത്രയും വലിയ സൂക്ഷ്മതയോടുകൂടി അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ഈ ഗ്രന്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിൽ നിന്ന് പിന്നീട് അതെങ്ങോട്ടാണ് കൈമാറ്റം ചെയ്യുന്നത്? അത് കൈമാറ്റം ചെയ്യുന്നത് സഹാബികളുടെ ഹൃദയങ്ങളിലേക്കാണ്. ആരാണ് സഹാബിമാർ എന്ന് നിങ്ങൾക്കറിയാമോ? ഖൈറുൽ ഖുറൂനി ഖർനി. ലോകത്തുണ്ടായിട്ടുള്ള എല്ലാ തലമുറകളെയും എടുത്തു പരിശോധിച്ചു നോക്കിയാൽ, ഇനി ഉണ്ടാകാവുന്ന എല്ലാ തലമുറകളെയും എടുത്തു പരിശോധിച്ചാൽ ആ തലമുറകളിൽ ഏറ്റവും ഉയർന്ന നിലവാരം പുലർത്തുന്ന വിഭാഗമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത്. അസ്ഹാബി കൻസു അയ്യഹു മുഖ്തദൈത്തും ഇഷ്തദൈത്തും. എന്റെ സഹാബിമാർ നക്ഷത്രതുല്യരാണ്. അവരിൽ ആരെ പിൻപറ്റിയാലും നിങ്ങൾ സന്മാർഗം പ്രാപിക്കുമെന്ന് പറയാൻ മാത്രം കെൽപ്പുള്ള, കരുത്തുള്ള, വിശ്വസ്തതയുള്ള, വിശുദ്ധിയുള്ള ഒരു വിഭാഗമാണ് സഹാബി വിഭാഗം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിൽ നിന്ന് ഈ ഗ്രന്ഥം കൈമാറ്റം ചെയ്യപ്പെടുന്നത് അവരുടെ ഹൃദയങ്ങളിലേക്കാണ്. അപ്പൊ സഹാബത്തെ കിറാമിനെ അംഗീകരിക്കണമെന്ന് ഈ മൗലവി പറയുമ്പോ ഇവരുടെ പുസ്തകങ്ങൾ, ഇവരുടെ മദ്രസകളിൽ പഠിപ്പിക്കുന്ന ലൈബ്രറികളിൽ കാണുന്ന IPH പ്രസിദ്ധീകരിച്ച ഫിഖ് സുന്ന എന്ന സയ്യിദ് സാബിഖിന്റെ പുസ്തകത്തിൽ 4-ാമത്തെ വാല്യം 68-ാമത്തെ പേജിൽ പറയുന്നു, സഹാബത്തിന്റെ വാക്കുകൾ ദീനിൽ മതിയായ തെളിവുകളല്ല. സഹാബത്തിന്റെ വാക്കുകളും പ്രവർത്തികളും ദീനിൽ മതിയായ തെളിവുകൾ അല്ല എന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ എങ്ങനെയാണ് അവകാശവാദം ഉന്നയിക്കാൻ കഴിയുക? അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. സംശയ നിവാരണത്തിന്റെ ആളുകൾ സന്നദ്ധരാകുമ്പോൾ ഇൻഷാ അല്ലാഹ് നിർത്തുകയാണ്. എന്നിട്ട് ബാക്കി ക്ലിപ്പുകളൊക്കെ ആവശ്യത്തിനനുസരിച്ച്, പലപ്പോഴും പല ആളുകൾക്കും വിഷയങ്ങൾ സംശയം ചോദിക്കാനുണ്ടാകും. ചില ആളുകൾക്ക് സ്വലാത്ത് സംബന്ധമായ സംശയങ്ങൾ, ചില ആളുകൾക്ക് ഇസ്തിഗാസ സംബന്ധമായ സംശയങ്ങൾ, പല ആളുകൾക്കും പല നിലക്കുമുള്ള സംശയങ്ങൾ ചോദിക്കാനുണ്ടാകും. ആ സംശയങ്ങളൊക്കെ ചോദിക്കാനുള്ള അവസരം നിങ്ങൾക്കുണ്ട് എന്ന് പ്രത്യേകമായി ഉണർത്തുന്നു. അപ്പോൾ സഹാബത്തിനെ അവർ തള്ളുന്നു എന്നെഴുതി എന്ന് മാത്രമല്ല, സയ്യിദുനാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളിൽ നടപ്പിൽ വരുത്തിയ, അതല്ലെങ്കിൽ ചര്യയാക്കി വ്യക്തമാക്കിയ 2-ാം അംഗ സഹീഹുൽ ബുഖാരിയിൽ ഒരു ചര്യയാണ് എന്ന് പ്രഖ്യാപിക്കുമ്പോ, ഇബ്നു തൈമിയ്യ ശർഈയായ വാങ്കായി പ്രഖ്യാപിക്കുമ്പോ, വെള്ളിയാഴ്ച സുന്നികളുടെ പള്ളിയിൽ 2, ഇവരുടെ പള്ളിയിൽ വാങ്ക് 1. അതുപോലെ തന്നെ തറാവീഹിന്റെ വിഷയത്തിൽ ഇരട്ടനയം, അങ്ങനെ പലതും നമുക്ക് കാണാൻ. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പൊ ഇങ്ങനെയാണ് വിഷയങ്ങൾ. എന്തേ ഇങ്ങനെയാവാൻ കാരണം? മറ്റൊന്നല്ല, ആദരിക്കപ്പെടേണ്ടതിനെ അനാദരിച്ചു, ബഹുമാനിക്കേണ്ടതിനെ അപമാനിച്ചു, പുകഴ്ത്തേണ്ടതിനെ ഇകഴ്ത്തി, പരിഗണിക്കേണ്ടതിനെ അവഗണിച്ചു എന്നതാണ് പ്രശ്നം, അല്ലേ? അങ്ങനെ സഹാബത്തെ കിറാമിനെ വിമർശിക്കാം. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളുകൾ സയ്യിദന്മാരെ വിമർശിക്കുന്നു. നോക്കൂ നിങ്ങൾ, തങ്ങളുടെ കുടുംബം അവരൊന്നും നബിയുടെ കുടുംബമായി പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല, ആദർശം കൊണ്ട് തീരെയില്ല. കണ്ടോ നിങ്ങൾ, പാണക്കാട് തങ്ങൾ, ഖലീൽ തങ്ങൾ, അങ്ങനെ പോലെയുള്ള ആളുകൾ നബിന്റെ കുടുംബവുമായി പ്രത്യേക ബന്ധമൊന്നുമില്ല, ആദർശം കൊണ്ട് തീരെയില്ല. പിന്നെ ആരാ തങ്ങന്മാര്? മൗലവി എന്നെ പറയട്ടെ. ഇവിടെയുള്ള എല്ലാവരും തങ്ങളുടെ മക്കളാണ്. അപ്പൊ അദ്വാനി തങ്ങളാണ്, ശിഹാബുകൾ തങ്ങളല്ല, ഇതാ പറഞ്ഞത്. നിങ്ങൾ ചിന്തിച്ചു നോക്കി. പിന്നെ എങ്ങനെയാണ് ഈ സമുദായം പ്രിയപ്പെട്ടവരെ ശരിയാവുക? അപ്പൊ ആദരിക്കപ്പെടേണ്ടതിനെ അനാദരിക്കുകയാണ്, ബഹുമാനിക്കേണ്ടതിനെ അപമാനിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇത് തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ പോളിസിയും. അള്ളാഹുവിന്റെ ആരിഫീങ്ങളെയും ഔലിയാക്കളെയും അവരുടെ ദിക്റ് ഹൽഖുകളെയും പരിഹസിക്കാൻ റെഡിമെയ്ഡ് വേഷം കെട്ടി അവരുടെ മദ്രസകളിൽ പ്രിയപ്പെട്ടവരെ നാടകം കളിക്കുന്നത് കാണാം നിങ്ങൾക്ക്. ഇതാ നിങ്ങളെ അനുഗ്രഹിക്കുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. വഴിയിൽ അദ്ദേഹത്തിന്റെ അനുഗ്രഹം വാങ്ങുകയും ഔലിയാക്കളെ പരിഹസിക്കാൻ വേണ്ടിയാണ് ആവേശം കെട്ടിയിട്ടുള്ളത്. അതുപോലെ ഒരുപാട് നാടകങ്ങളുണ്ട്, ഒരുപാട് വിഷയങ്ങളുണ്ട്. സമയമില്ലാത്തത് കൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല.
പടച്ച തമ്പുരാൻ നമുക്ക് സത്യം സത്യമായി മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ പേര് ഷിഹാബ്, ഈ നാട്ടിൽ തന്നെയാണ്. സുന്നികൾ മഹാത്മാക്കളുടെ ഖബർ സന്ദർശന വേളയിൽ അവരോട് നേരിട്ട് ഇസ്തിഗാസ നടത്തുക, അതായത് പ്രാർത്ഥന ബ്രാക്കറ്റിൽ തന്നെ ചെയ്യാറുണ്ട്. അതും ശിർക്കോ പാപമോ അല്ല. ഇത് തുറന്നു പറയുന്നതിൽ എന്താണ് ഇത്ര പേടിക്കാൻ? ഖബറാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കൽ മാത്രമല്ല, ഖബറാളികളോട് അർപ്പിക്കുന്നതും ശിർക്കാണെന്ന് ആർക്കും തെളിയിക്കുവാനാവില്ല. ഇതാണ് സുന്നി വിശ്വാസം. സംസ്ഥാന കേരള ജമിയത്തുൽ ഉലമയുടെ മുഖപത്രമായ നുസ്രത്തുൽ അലാമിൻ 1993 ഒക്ടോബറിൽ പേജ് 23 എഴുതിയ ഒരു മറുപടിയാണ്. ഏതായാലും എൻ്റെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള പ്രാർത്ഥിക്കാമെന്നുള്ള ഒരു വിശ്വാസക്കാർ കുറവായിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്ന് അള്ളാഹു അലം. എന്നാലും എനിക്ക് നമ്മുടെ കുന്നത്തേരി സംവാദ നായകന്മാരോട് ചോദിക്കാനുള്ളത്, ഇതിന് തെളിവായിക്കൊണ്ടാണല്ലോ നിങ്ങൾ കുന്നത്തേരി സംവാദത്തിൽ വിജയിച്ചു എന്നെല്ലാം പറഞ്ഞു നടക്കുന്നത്. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്. ഈ പ്രദേശത്തുകാരനാണെന്ന് തന്നെ പറഞ്ഞു. ചോദ്യം ചോദിക്കാൻ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. സത്യം ഗ്രഹിക്കാൻ പടച്ച തമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. സംസ്ഥാന ജമഇയ്യത്തുൽ ഉലമയുടെ ഒരു പത്രത്തിൽ വന്ന കോട്ടിങ്ങുമായിട്ടാണ് അദ്ദേഹം ചോദ്യത്തിന് വന്നത്. അഥവാ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളുകൾ തവസ്സുൽ ഇസ്തിഗാസ പോലെയുള്ള മഹത്തുക്കളുമായി ബന്ധപ്പെട്ട് സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ നിർവഹിക്കുന്ന കാര്യങ്ങളെ ശിർക്കാക്കുകയും മതഭ്രഷ്ട കൽപ്പിക്കുകയും ചെയ്യുമ്പോൾ സുന്നി ഭാഗത്തുനിന്ന് വൈവിധ്യങ്ങളായ ശബ്ദങ്ങളും പ്രതികരണങ്ങളും ഉണ്ടാവാറുണ്ട്. അത്തരം പ്രതികരണങ്ങളിൽപ്പെട്ട ഒന്നായിരുന്നു അത്. അഥവാ മഹാരഥന്മാരായ സഹാബത്തെ കിറാം, അതുപോലെ അംബിയാക്കൾ, അസ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി, അവരൊക്കെ പ്രബോധനം ചെയ്ത ഖുർആൻ സുന്നത്ത്, ആ ഖുർആൻ സുന്നത്ത് അടിസ്ഥാനപ്പെടുത്തി ചിന്തിക്കുകയാണെങ്കിൽ ഇത്തരം വിഷയങ്ങളൊക്കെ ശിർക്കാവുകയില്ലേ? എന്താണ് ഇതിന്റെ നിലപാട് എന്നൊക്കെ അവർ സാധാരണഗതിയിൽ ചോദിക്കാറുണ്ട്. സഹോദരൻ ചോദിച്ചത് പ്രാർത്ഥനയെക്കുറിച്ചാണ്. അഥവാ ഖബറിന്റെ അടുക്കൽ പോയി ഖബറിലുള്ളവർക്ക് പ്രാർത്ഥിക്കുന്നതിന് പകരം അവരോട് അർത്ഥിക്കാൻ പറ്റുമോ? രണ്ടാമത്തെ വിഷയം അവിടെ അർത്ഥിക്കുക എന്ന പ്രയോഗമാണ്. പ്രാർത്ഥിക്കുക, അർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം രണ്ടും ഒന്ന് തന്നെയാണ്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അപേക്ഷ, യാചന എന്ന പലതുമുണ്ട്. സുന്നികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യാൻ പാടില്ല എന്നുള്ളത് അന്നും എന്നും ഇന്നും പറയുന്നതാണ്. അത് എപ്പോഴും പ്രഖ്യാപിക്കുന്നതുമാണ്. അള്ളാഹുവോട് മാത്രമേ ദുആ ചെയ്യാൻ പാടുള്ളൂ, അതിൽ തർക്കം ഇല്ല. എന്നാൽ അർത്ഥിക്കുക എന്നത്, അതല്ലെങ്കിൽ അതിന് അപേക്ഷ എന്നോ യാചന എന്നോ എന്തോ പേരിടട്ടെ, അതൊരു മലയാള പ്രയോഗമാണ്. ആ പ്രയോഗത്തിൽ വലിയ കാര്യമൊന്നുമില്ല. ഇപ്പൊ പി അബ്ദുൽ ഖാദർ മൗലവി കണ്ണൂർ എഴുതിയ അത്തൗഹീദ് എന്ന പുസ്തകം, നമ്മളെ ഇത്തൗഹീദ് അല്ല, അവിടെ അത്തൗഹീദ്, ആ അത്തൗഹീദ് എന്ന് പറയുന്ന പുസ്തകത്തിൽ പ്രാർത്ഥന രണ്ട് വിധമുണ്ടെന്നും യാതൊരു വസ്തുവിനോട് കാര്യകാരണഗന്ധങ്ങൾക്ക് അതീതമായ വിഷയങ്ങളോ അതല്ലെങ്കിൽ ദിവ്യത്വമുണ്ടെന്ന നിലക്കോ അതല്ലെങ്കിൽ മറഞ്ഞ നിലക്കോ ഗുണം ആഗ്രഹിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണെങ്കിൽ അത് ആരാധനയുടെ പരിധിയിൽ വരുന്നതാണെന്നും അല്ലെങ്കിൽ വരികയില്ല എന്ന് പ്രാർത്ഥനയെ തന്നെ ഇപ്പൊ വന്നിരായ പൊന്മുളുസ്താദിന്റെ ചിതലതന്ത്രങ്ങൾ, ശാന്തി മന്ത്രങ്ങൾ എടുത്ത് പറയാറുണ്ട്. അതുപോലെ തന്നെ നാട്ടി അബി മുസ്ലിയാരുടെ പുസ്തകം എടുത്ത് പറയാറുണ്ട്. അങ്ങനെ പല പുസ്തകങ്ങളും എടുത്ത് പറയാറുണ്ട്. അവർ സ്വന്തം ആളുകളുടെ പുസ്തകം വായിച്ചിട്ടില്ല എന്ന വസ്തുത. ഏതായിരുന്നാലും ഇങ്ങനെ രണ്ടാക്കിയിട്ടുണ്ട്. അഥവാ പിന്നെ ഇസ്ലാമിന്റെ ഭാഷയിൽ സാങ്കേതികാർത്ഥത്തിലുള്ള അർത്ഥനയാകുമ്പോ, യാചനയാകുമ്പോ, പ്രാർത്ഥനയാകുമ്പോ, അപേക്ഷയാകുമ്പോ അത് അല്ലാഹുവിനോട് മാത്രമേ പാടുള്ളൂ എന്നതാണ്. അതല്ല കേവലം അപേക്ഷ, യാചന ആ അർത്ഥത്തിലാണെങ്കിൽ ഭാഷയിൽ എന്തോ പ്രയോഗിക്കട്ടെ. പടച്ചതമ്പുരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അംബിയ ഔലിയാക്കൾക്ക് നൽകപ്പെട്ട മുഅ്ജിസത്ത് കറാമത്ത് അടിസ്ഥാനത്തിൽ സഹായം ചോദിക്കുക എന്നത് ഒരിക്കലും വിലക്കപ്പെട്ടതല്ല. അത് ഹദീസിന് വിരുദ്ധമാണെന്നോ ആയത്തിന് വിരുദ്ധമാണെന്നോ പറഞ്ഞ ഒരു വിഷയവും ഒരു പ്രമാണവും എവിടെയും ഇല്ല എന്നുള്ളത് സാന്ദർഭികമായി പ്രിയപ്പെട്ടവരെ ഉണർത്തുകയാണ്. ഇനി രണ്ടാമതായി പറഞ്ഞത്
ഇങ്ങനെ ഖബറാളികളോട് അവർക്ക് വേണ്ടി അർത്ഥിക്കുന്നതിന് പകരം ഖബറാളികളോട് അർത്ഥിക്കുക എന്ന സ്വഭാവം അത് എങ്ങനെയാണുള്ളത്? സഹാബത്തെ കിറാം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അതുപോലെ തന്നെ മുൻഗാമികൾ നിർവഹിച്ചിട്ടുണ്ടോ? മഹാരഥന്മാരായ പണ്ഡിതന്മാർ നിർവഹിച്ചിട്ടുണ്ടോ എന്നൊക്കെയാണ് ഇവർ ചോദിക്കാറുള്ളത്. മഹാനരായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, അല്ലാഹുവിന്റെ റസൂൽ മുത്തബിഉ സുന്ന എന്ന പേര് നൽകപ്പെട്ടവര്, ബഹുമാനപ്പെട്ടവർ യസീദ് ഇബ്നു മുആവിയ എന്ന് പറയുന്ന ഭരണാധികാരിയിൽ നിന്ന് ഒരുപാട് വിഷമം നേരിട്ടപ്പോ ബഹുമാനപ്പെട്ട യസീദ് ഇബ്നു മുആവിയ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് വിഷമം നേരിട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ 40ഓളം സഹാബത്തിനെ കൂട്ടിയിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വന്നിട്ട്, പ്രിയപ്പെട്ട സഹോദരന്മാരെ, പടച്ച തമ്പുരാനോട് വലജൂബില്ല, അള്ളാഹുവോട് സഹായം ചോദിക്കുന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബറിലുള്ള നബി തങ്ങളോട് പ്രിയപ്പെട്ടവരെ സഹായാർത്ഥന നടത്തുന്നു, അർത്ഥന നടത്തുന്നു. ആരാണ്? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയാണ്. ആരാണ് റിപ്പോർട്ട് ചെയ്തത്? അല്ലാമ മസ്ഊദിയാണ്. എവിടെയാണ് റിപ്പോർട്ട് ചെയ്തത്? മുറൂജുൽ ദഹബിലാണ്, സിംസുൻ നുജൂമിൽ അബാനിയിലാണ്. 17ഓളം ഗ്രന്ഥങ്ങളിൽ ഈ വിഷയം വസ്തുനിഷ്ഠമായിട്ടുണ്ട് എന്ന് സാന്ദർഭികമായി ഉണർത്തുന്നു. അപ്പോൾ ആ അർത്ഥന ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിലുള്ള ഇബാദത്താകുന്ന അർത്ഥനയല്ല. സാങ്കേതിക ഭാഷയിലുള്ള അർത്ഥന അത് അല്ലാഹുവല്ലാത്തവരോട് നിർവഹിച്ചാൽ അത് ശിർക്കാണ്. അല്ലാഹുവല്ലാത്തവരോട് ദുആയിരുന്നാൽ അത് ശിർക്കാണ്. അതിൽ സുന്നികൾക്ക് തർക്കമില്ല എന്ന് പ്രിയപ്പെട്ട സുഹൃത്തിനെ ഓർമ്മപ്പെടുത്തുന്നു. ഏതായാലും ആ വിഷയത്തിൽ താങ്കൾ ഇപ്പോൾ ഉദ്ധരിച്ച ഉദ്ധരണിയോ ഹദീസോ ഒന്നും അല്ലല്ലോ കുന്നത്തേരിയിൽ ഉദ്ധരിച്ചത്. നിങ്ങളോട് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്, ഈ സദസ്സിന് വേണ്ടി ആ ഹദീസിന്റെ തുടക്കം മുതൽ വായിച്ച് നിങ്ങൾ അർത്ഥം വെച്ച് ആ ഹദീസ് ഖബറുകൾ ചെന്ന് ഇവിടത്തെ ജനങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ തെളിവാണ് എന്നുള്ളതിന് നിങ്ങൾ കുന്നത്തേരിയിൽ ഉദ്ധരിച്ച ഹദീസ് ആദ്യം മുതൽ ഒന്ന് വായിച്ച് അർത്ഥം വെച്ച് എനിക്ക് അല്ലെങ്കിൽ ഈ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ശിഹാബ് സാഹിബ് ചോദിച്ച ചോദ്യത്തിന്റെ 2ാം പാർട്ടാണ് ഇത്. 1ാം പാർട്ടിന് ഞാൻ മറുപടി പറഞ്ഞതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? കൊടുക്കുമൈക്ക്. നിങ്ങൾ ഇത്ര പ്രാമാണികമായാണ് അത് ഉദ്ധരിച്ചതിരുന്നു എങ്കിൽ കുന്നത്തേരിയിൽ എന്തിനാ നിങ്ങൾ ഈ ഹദീസായി വന്ന? കുന്നത്തേരിയിലല്ല, ഇൻഷാ അല്ലാഹ് ഓരോ സംവാദത്തിൽ ഓരോ തെളിവുകൊണ്ട് ഞങ്ങൾ വരും. അത് സുന്നികളുടെ അറിവാണ്. അത് പടച്ചോൻ പോലെ എന്താണ് ഇൻഷാ അല്ലാഹ് അതിനെ വ്യക്തമായ മറുപടി ഓരോന്നും പറഞ്ഞ് ഇൻഷാ അല്ലാഹ് അതിന്റെ ഹദീസൊക്കെ വായിച്ച് സനദൊക്കെ വായിച്ച് എല്ലാം വ്യക്തമാക്കിയിട്ട് തന്നെ ഇവിടുന്ന് പോകുള്ളൂ. അതിന് വന്ന് തന്നെ ഞങ്ങൾ. അതുകൊണ്ട് ആദ്യത്തെ പാർട്ടിന് ഞാൻ പറഞ്ഞ മറുപടിയെ കുറിച്ച് ശിഹാബ് സാഹിബിനുള്ള പ്രതികരണം എന്താണ് എന്ന് അറിയണം. കൃത്യമായി ഞാൻ പ്രതികരിച്ചിരുന്നു. കാര്യം കഴിഞ്ഞ കാര്യമാണ് നിങ്ങൾ അതിന് മറുപടിയായി വെച്ചത്, ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ കാര്യം. നിങ്ങൾ കുന്നത്തേരിയിൽ ഉദ്ധരിച്ചതോ? അതാണ് ഇവിടെ വേണ്ടത്. കുന്നത്തേരിയിൽ ഉദ്ധരിച്ച ഹദീസ് ഉദ്ധരിക്കുമ്പോൾ കൃത്യമായി ബോധ്യമാവും ഈ ജനങ്ങൾക്ക് ഏതാണ് നിങ്ങൾ പറഞ്ഞത്. ഇപ്പൊ പ്രതികരിക്കുന്ന എന്നോട് പ്രതികരണം ചോദിച്ച് ഞാൻ പറയാതെ തന്നെ ആ നിങ്ങൾ പറഞ്ഞ മറുപടിയും കുന്നത്തേരിയിൽ നിങ്ങൾ ഉദ്ധരിച്ച ഹദീസും വെച്ച് ഈ ജനങ്ങൾ ബോധ്യപ്പെട്ടോളും. ശിഹാബ് സാഹിബ് ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ ആദ്യം ചോദിച്ചപ്പോൾ നമുക്ക് ഓരോ ചോദ്യം നമുക്ക് അങ്ങനെ പിരിയാന്ന് പറഞ്ഞു. കുന്നത്തേരിയിലുള്ള ഹദീസ് ഇൻഷാ അല്ലാഹ് ഇപ്പൊ എന്താ പറയാൻ പോകുന്നത് എന്നും എന്താ നിങ്ങളെ പ്രതികരണം എന്നൊക്കെ നമുക്കറിയാം. കാരണം ഒരുപാട് കണ്ടതുമാണ് കേട്ടതുമാണ് വിഷയം. അതൊക്കെ കണ്ടിട്ട് തന്നെ വന്നത്. പക്ഷേ നിങ്ങൾ ഒരു ഇൻട്രഡക്ഷൻ എന്നോളം നിങ്ങൾ നിങ്ങളുടെ ചോദ്യം 2 പാർട്ടാക്കി. എന്നിട്ട് ആദ്യത്തെ ഒരു പാർട്ട് സംസ്ഥാന കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുഖപത്രത്തിൽ നിന്ന് വായിച്ചു. അതിൽ കുന്നത്തേരിയിൽ നിന്ന് ഉദ്ധരിച്ച ഹദീസൊന്നും ഉദ്ധരിച്ചിട്ടില്ല. പക്ഷേ ആ ഉദ്ധരിച്ച വിഷയവും അതിനോടനുബന്ധിച്ച് താങ്കൾ പറഞ്ഞ വിഷയവും ഞാൻ ഇവിടെ വിശദീകരിച്ചപ്പോ ആ വിശദീകരണത്തിന്റെ പ്രതികരണം പറയാൻ എന്താ ഒരു സുഹൃത്തിനൊരു മടി. പേടിയെന്നൊന്നും നമ്മൾ പറയില്ല, പേടിയൊന്നുമില്ല, ഒരു മടി എന്തോ ഉണ്ട്. ഒന്ന് കൊടുക്കേ, ഒന്ന് പറയട്ടെ. ഞാൻ പറഞ്ഞല്ലോ, എന്റെ പ്രതികരണം ഇതാണ്. നിങ്ങൾ കുന്നത്തേരിയിൽ ഉദ്ധരിച്ച ഹദീസ് വായിക്കുക, കൃത്യമായി അർത്ഥം വെച്ച് അത് ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരിക. നിങ്ങൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസോ ഏതോ കിതാബിലെ ഉദ്ധരണിയോ ഉദ്ധരിച്ചെങ്കിൽ ആ ഉദ്ധരണിയാണ് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് അർത്ഥിക്കാനോ പ്രാർത്ഥിക്കാനോ നിങ്ങൾ കൃത്യമായി അതിൽ പറഞ്ഞിട്ടുണ്ട് പ്രാർത്ഥന എന്ന്. ആ പ്രാർത്ഥന ഖബറിൽ ചെന്ന് നടത്തുന്നതിന് തെളിവായി നിങ്ങൾക്ക് അതായിരുന്നു പ്രാമാണികമെങ്കിൽ നിങ്ങൾ കുന്നത്തേരിയിൽ ഉദ്ധരിച്ചത് മറ്റൊരു ഹദീസാണ്. ആ ഹദീസോ കട്ട് വായിച്ചു. നിങ്ങൾ ആ കട്ട് വായിച്ചത് കൃത്യമായി നിങ്ങളോട് പറയാൻ പറഞ്ഞിട്ടും നിങ്ങൾ ഓതിയില്ല, പറഞ്ഞില്ല, പരിപാടി കലക്കി, നിങ്ങൾ വിജയിച്ചു എന്ന് പറഞ്ഞ് നടക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുന്നത്തേരി സംവാദത്തിലെ ഹദീസ് തുടക്കം മുതൽ നിങ്ങളൊന്ന് ഉദ്ധരിച്ച് അതിന്റെ അർത്ഥം വെച്ച് എനിക്ക് ബോധ്യപ്പെടുത്തി തരാൻ ആവശ്യപ്പെടുന്നത്.
സുന്നത്തേരിയിലെ ഹദീസ് തുടക്കം മുതൽ ഒടുക്കം വരെ അർത്ഥം വെച്ച് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരും. അതടക്കമുള്ള വിഷയത്തിന് ഞങ്ങൾ വന്നത്. പക്ഷെ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ചോദ്യത്തിന്റെ ഒന്നാമത്തെ പാർട്ടിന് ഞാൻ നൽകിയ മറുപടിക്ക് പ്രതികരിക്കാൻ നിങ്ങൾക്ക് എന്തോ ഒരു വിഷമുണ്ട് എന്നുള്ളത് ന്യായമായിട്ടും ഈ സമൂഹം സംശയിക്കാൻ. അല്ലെങ്കിൽ എന്താ അതിനൊരു വിഷയമുള്ളത്? ഞാൻ പി അബ്ദുൽ ഖാദർ മൗലവിയുടെ കണ്ണൂർ പ്രസിദ്ധീകരിച്ച അത്തൗഹീദിന്റെ ഒരു വിഷയം പ്രാർത്ഥന 2 വിധമുണ്ട് എന്ന് അവർ തന്നെ പറഞ്ഞ വിഷയം പറഞ്ഞപ്പോ അതിനുള്ള പ്രതികരണം ഇതതിന്റെ പ്രതികരണം. നോ സ്മോക്കിംഗ്, മുണ്ടിപ്പോകരുത്, ഇങ്ങനെ അർത്ഥം വെച്ച പ്രതികരണമാകും. അതല്ലല്ലോ. ഒരു വിഷയത്തിന് എന്ത് വേണം? ആ പ്രതികരണം അതങ്ങ് പ്രതികരിച്ചോളൂ. ഒന്നുകിൽ അത് ശരിയല്ല എന്ന് പറയാം, അല്ലെങ്കിൽ ശരിയാണ് എന്ന് പറയാം, അതല്ലെങ്കിൽ ഞങ്ങൾക്കൊന്ന് നോക്കട്ടെ എന്ന് പറയാം. ഇൻഷാ അല്ലാഹ് ആ വിഷയത വളരെ വ്യക്തമായിക്കൊണ്ട് തന്നെ സനദ് സഹിതം തന്നെ നമ്മൾ വിശദീകരിക്കും. ഒരു പ്രശ്നമല്ല. അതൊക്കെ വിശദീകരിക്കാൻ വേണ്ടി തന്നെ വന്നിട്ടുള്ളത്. കുന്നത്തേരി ആവട്ടെ, ഇടമുട്ടത്താവട്ടെ, അല്ലാത്തവരാവട്ടെ, ആരാ തോറ്റെന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാം. പിന്നെ ആ വിഷയം നിങ്ങൾ പറഞ്ഞ് അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും സംസാരിക്കേണ്ട ആവശ്യമല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തിനോട് ഉണർത്താനുള്ളത് ആ വിഷയം ഒന്ന് പിന്നെ അതിന്റെ പ്രതികരണം ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. നിങ്ങളോട് എത്ര തന്നെ പറഞ്ഞാലും എന്റെ പ്രതികരണം നിങ്ങൾ പറഞ്ഞത് ഈ സദസ്സിനെ കേൾപ്പിക്കാൻ എന്നാണ്. ആ സദസ്സിനോട് ഞാൻ ആ സദസ്സിന്റെ മുന്നിൽ നിന്ന് പറയുന്നു, നിങ്ങൾ കുന്നത്തേരി സംവാദത്തിന്റെ ഹദീസ് തുടക്കം മുതൽ വായിച്ച് അവസാനം വരെ അർത്ഥം വെച്ച് അത് കബറിങ്കൽ നിന്ന് ഇവിടുത്തെ കേരള ജനതയ്ക്ക് കബറിങ്കൽ നിന്ന് പ്രാർത്ഥിക്കാൻ തെളിവാകും എങ്കിൽ നിങ്ങൾ ചോദിച്ചതിനുള്ള മറുപടിയും അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ടാവും. ഇൻഷാ അല്ലാഹ് ഇല്ലെങ്കിൽ അപ്പോൾ ഞങ്ങൾ പറയാം. കുന്നത്തേരി സംവാദത്തിൽ ഉദ്ധരിച്ച ഹദീസ് തീർത്ത് വായിച്ച് അർത്ഥം പറഞ്ഞു കൊടുത്താൽ അയാൾ നേരത്തേത് പ്രതികരിക്കാം എന്നാണ് പറയുന്നത്, അല്ലെ? അതിനും വേണ്ടി വരണം, അല്ലെ? അത് ശരി. അപ്പൊ ലക്ഷ്യം നമുക്ക് മനസ്സിലായി. നേരത്തെ സഖാഫി പറഞ്ഞ മറുപടി തടിക്ക് കൊണ്ടതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നത്. അതിന്റെ ആവശ്യമല്ലല്ലോ. ഞാൻ ഹദീസ് വിശദീകരിക്കാം. ഇനിയിപ്പോ അതുകൊണ്ടൊരു വിഷമം വരില്ല. വല്ലദീ നഫ്സു അബിൽ ഖാസിം ബിയദിഹി ലയൻസിലന്ന ഈസ ഇബ്നു മറിയമ ഇമാമൻ മുഖ്സിതൻ വഹകമൻ അദ്ല വലയുകസ്സിറന്ന സ്വലീബ വലയഖ്തുലന്നൽ ഖിൻസിറ വലയുദ്ഹിബന്ന സഹ്നാഅ വലയുസ്ലിഹന്ന ദാത്തുൽ ബൈനി വലയുദ്ഹിബന്ന സഹ്നാഅ വലയുറളന്ന അലൈഹിൽ മാലു ഫലാ യഖ്ബലുഹു ثم لئن قام على قبري فقال يا محمد لأجيبنه. ഓക്കേ, ഇനി ഹദീസ് വിശദീകരിക്കുന്നു, അർത്ഥം പറയും. അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, എന്റെ ശരീരം ആരുടെ അധീനതയിലാണോ അവനെ തന്നെയാണ് സത്യം. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നീതിമാനായ ഭരണാധികാരിയായി ഇറങ്ങി വരും. ഫലയുകസ്സിറന്ന സ്വലീബ കുരിശ് തകർക്കും. വലയഖ്തുലന്നൽ ഖിൻസീറ പന്നിയെ കൊല്ലും. വലയുസ്രിഹന്ന ദാത്തൽ ബൈനി ഇടയിലുള്ള പ്രശ്നം അദ്ദേഹം പരിഹരിക്കും. വലയുദ്ഹിബന്ന സഹ്നാഅ വിദ്വേഷം ഇല്ലായ്മ ചെയ്യും. വലയുറളന്ന അലൈഹിൽ മാലു സമ്പത്ത് തനിക്ക് പ്രദർശിപ്പിക്കപ്പെടുമ്പോൾ ഫലാ യഖ്ബലുഹു അദ്ദേഹം അത് സ്വീകരിക്കില്ല. സുമ്മ ലഇൻ ഖാമ അലാ ഖബ്രി അങ്ങനെ അദ്ദേഹം എന്റെ ഖബറിനു സമീപം വന്നു നിൽക്കുകയും ഫഖാല അവിടുന്ന് വിളിക്കുകയും ചെയ്താൽ യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ് എന്ന് വിളിക്കുകയും ചെയ്താൽ ലഉജീബന്നഹു ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വിളിക്ക് നിശ്ചയം ഞാൻ ഉത്തരം കൊടുക്കുക തന്നെ ചെയ്യും. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാദാ തഖൂൽ ഫീ ഹാദൽ ജവാബ്? അപ്പോൾ ഇവിടെ കാര്യങ്ങൾ കൃത്യമായി. ഈസാ നബി അലൈഹിസ്സലാം വന്ന് 7 കാര്യങ്ങൾ പ്രവർത്തിച്ചതിന് ശേഷം പിന്നീട് ലൈൻ ഖാമ അലാ ഖബ്രി, അപ്പോൾ ഈസാ അലൈഹിസ്സലാം 7 കാര്യങ്ങൾ പ്രവർത്തിച്ചതിന് ശേഷം പ്രവാചകന്റെ ഖബറിന്റെ അടുക്കൽ വന്നു എന്നാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അത് ഉദ്ധരിച്ചത് കേരള ജനതയ്ക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച ദീനാണെന്ന് പറഞ്ഞ് മരിച്ചുപോയ മഹാന്മാരെ വിളിക്കാനുള്ള തെളിവായിക്കൊണ്ടാണ് നിങ്ങൾ അത് ഉദ്ധരിച്ചത്. തീർച്ചയായും ഇങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്? എങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഈ പറഞ്ഞ ഇതിന് മറുപടി പറയും. ഏതിന്? ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ മറുപടിയെ സംബന്ധിച്ച് നിങ്ങളുടെ പ്രതികരണം ചോദിക്കാം.
ഞാൻ ചോദിക്കണം, അപ്പൊ മറുപടി ശരിയായോ? എങ്ങനെ? ഞാൻ പറഞ്ഞ ഈ മറുപടിക്ക് താങ്കളുടെ പ്രതികരണമാണ് കിട്ടേണ്ടത്. അതെ, തീർച്ചയായിട്ടും. ഈ ഈസാ നബി അലൈഹിസ്സലാം വന്ന് പ്രവാചകന്റെ ഖബറിന്റെ അടുക്കൽ നിന്ന് വിളിക്കുന്ന വിളിക്ക് ആ ഈസാ നബി അത് വരുന്നത് തന്നെ 7 പ്രവൃത്തികൾ വന്ന് ഈസാ നബി വിളിക്കുമ്പോൾ ഖബറിൽ വഫാത്തായി കിടക്കുന്ന, കാലങ്ങളോളം വഫാത്തായി കിടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉത്തരം കൊടുക്കുന്നുണ്ടോ ഇല്ലേ? തീർച്ചയായും ഉത്തരം കൊടുക്കും എന്ന് തന്നെ. അൽഹംദുലില്ലാഹ്. മുജാഹിദേ, നിന്റെ പ്രാർത്ഥനയുടെ നിർവചനം പൊളിഞ്ഞില്ലേ? എന്തായിരുന്നു സംവാദത്തിന്റെ വിഷയം? എന്തേ പഠിക്കാതെ പോയത്? മുജാഹിദുകളുടെ പ്രാർത്ഥനയുടെ നിർവചനം തെറ്റാണെന്ന് പഠിപ്പിക്കലായിരുന്നു കുന്നത്തേരി സംവാദത്തിന്റെ ലക്ഷ്യം. എന്തേ പഠിക്കാതെ പോയത്? പ്രാർത്ഥനയുടെ നിർവചനം ഞാനൊന്ന് പറയട്ടെ, എന്നിട്ട് അതിന്റെ പ്രതികരണം ഒന്ന് പറയേ. അൽഹംദുലില്ലാഹ്. ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, നിങ്ങൾ വരണം, ചോദിക്കണം, പഠിക്കണം. ലോകത്ത് ഒരാളും പറയാത്ത ഒരു പുതിയ നിർവചനം പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ വെച്ച് പുലർത്തി. എന്തായിരുന്നു ആ നിർവചനം? മനുഷ്യ കഴിവിനപ്പുറമുള്ള മാർഗത്തിൽ കൂടി, ശ്രദ്ധിച്ചോ, മനുഷ്യ കഴിവിനപ്പുറമുള്ള മാർഗത്തിൽ കൂടി രക്ഷയും ശിക്ഷയും ഗുണവും ദോഷവും ചെയ്യാൻ കഴിയുമെന്ന വിശ്വാസത്തിലുള്ള അപേക്ഷയ്ക്കാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഞാൻ ചോദിക്കുന്നു, ഖബറിൽ വഫാത്തായി കിടക്കുന്ന മൂടുകല്ല് വെച്ച് മൂടി ഉള്ള ക്യാപ്പും അടച്ച് അങ്ങനെ മണ്ണിട്ട് മൂടിയിട്ട് മനുഷ്യ കഴിവിനപ്പുറമുള്ള മാർഗമല്ലേ പുറത്തു നിന്ന് വിളിക്കുന്നത്? ആ വിളി കേട്ട് അതിന് ഉത്തരം ചെയ്യുക എന്നത് അത് ഗുണം പ്രതീക്ഷിക്കലല്ലേ? ആ ഗുണം പ്രതീക്ഷിച്ചുകൊണ്ട് മനുഷ്യ കഴിവിനപ്പുറമുള്ള ഒരു അപേക്ഷ അല്ലേ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നടത്തുന്നത്? നിങ്ങളുടെ നിർവചന പ്രകാരം ഈസാ നബി ചെയ്യുന്നത് ശിർക്കാകണമല്ലോ. കാരണം നിങ്ങളുടെ നിർവചനം എന്താണ്? മനുഷ്യ കഴിവിനപ്പുറമുള്ള മാർഗത്തിൽ കൂടി ഗുണം പ്രതീക്ഷിച്ചുകൊണ്ടുള്ള അപേക്ഷയ്ക്ക് പ്രാർത്ഥന എന്ന് പറയുന്നു. അത് അല്ലാഹുവിനോട് മാത്രമേ പാടുള്ളൂ. എങ്കിൽ ബഹുമാനപ്പെട്ട നബിയുല്ലാഹി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്, കാലങ്ങൾക്ക് മുമ്പ് വഫാത്തായി കിടക്കുന്ന നബി തങ്ങളോട് ഖബറിന്റെ പുറത്തു നിന്ന് വിളിക്കുന്ന വിളി മനുഷ്യ കഴിവിന് അതീതമാണോ വിധേയമാണോ? നിങ്ങൾ പറയുമോ മനുഷ്യ കഴിവിനപ്പുറമുള്ള മാർഗമാണെന്ന് നിങ്ങൾ സമ്മതിക്കുന്നു? എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിക്കുന്ന വിളി തങ്ങൾ കേട്ട് അതിന് മറുപടി തരുന്നത് മനുഷ്യ കഴിവിനപ്പുറമുള്ള മാർഗത്തിൽ കൂടി ഗുണം പ്രതീക്ഷിക്കലല്ലേ? ആ അപേക്ഷ നിങ്ങളുടെ വീക്ഷണത്തിൽ പ്രാർത്ഥനയല്ലേ? അത് ഈസാ നബി റസൂലുള്ളാഹിനോട് നടത്തുമ്പോൾ നിങ്ങളുടെ നിർവചന പ്രകാരം ഈസാ നബി ചെയ്തത് ശിർക്കും, അവിടുന്ന് അതിന്റെ പേരിൽ മുശ്രിക്കുമാകണ്ടേ? ഇത് പഠിപ്പിച്ച റസൂലുള്ള ശിർക്കിന്റെ പ്രചാരകരാകണ്ടേ? ഇത് റിപ്പോർട്ട് ചെയ്ത അബൂ യഅല തന്റെ മുസ്നദിൽ പറയുമ്പോൾ അവിടുന്ന് ശിർക്കിന്റെ പ്രചാരകനാകണ്ടയോ? ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ അസ്കലാനി തങ്ങൾ അൽ മതാലിബുൽ ആലിയയിൽ രേഖപ്പെടുത്തുമ്പോൾ അവിടുന്ന് ശിർക്കിന്റെ പ്രചാരകനാകണ്ടയോ? ഇതായിരുന്നു ഞങ്ങൾ ചോദിച്ചിരുന്നത്. എന്തേ കുന്നത്തേരി സംവാദത്തിന്റെ ലക്ഷ്യം നിങ്ങൾ മനസ്സിലാക്കാതെ പോയത്? മുജാഹിദുകൾക്ക് പ്രാർത്ഥനയുടെ നിർവചനത്തിൽ അബദ്ധം സംഭവിച്ചു. സുന്നികൾ ഇല്ല, മുജാഹിദുകൾ. ഇതായിരുന്നില്ലേ? അതുകൊണ്ടല്ലേ നിങ്ങളുടെ 3ാം ക്ലാസ്സിലെ പുസ്തകവും 4ാം ക്ലാസ്സിലെ പുസ്തകവും നമ്മൾ ഉദ്ധരിച്ച് നിർവചനം എന്തെന്ന് കൃത്യമായി പറഞ്ഞതിന് ശേഷമാണ് അത് തെറ്റിയിട്ടുണ്ട്, കാരണം റസൂലുള്ളാഹിന്റെ ഹദീസിന് ഘടകവിരുദ്ധമാണ് എന്ന് നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ നിങ്ങൾക്ക് എന്തു മനസ്സിലായി? കൊടുക്കുമേ. ഇവിടെ പ്രവാചകന്മാരെ നിന്ദിക്കുന്ന തരത്തിലുള്ള വർത്തമാനം പറഞ്ഞത് നിങ്ങളാണ്. ഈസാ നബി അലൈഹിസ്സലാമയുടെ അള്ളാഹു കൊടുത്ത മോജിസത്ത് തിരിച്ചു തള്ളിയതുകൊണ്ട് കാര്യമില്ല. ഈസാ നബി അലൈഹിസ്സലാമയ്ക്ക് അള്ളാഹു കൊടുത്ത മോജിസത്തിന്റെ ഭാഗമായി ഈസാ നബി അലൈഹിസ്സലാം ഇവിടെ വന്ന് ചെയ്യും എന്ന് പറഞ്ഞ പ്രവൃത്തികൾ അതെല്ലാം നിങ്ങൾക്കും ബാധകമാവണ്ടേ? അങ്ങനെയാണെങ്കിൽ ചെയ്യാമല്ലോ. അങ്ങനെ നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കണം. പിന്നെ ഇനി എന്താ ചെയ്യേണ്ടത്? അതെല്ലാം ചെയ്തതിന് ശേഷമാണല്ലോ എന്നാലും അങ്ങോട്ട് ചെല്ലാൻ പറ്റുള്ളൂ. അപ്പൊ ശിർക്ക് ചെയ്യണമെങ്കിൽ ആദ്യം ഒരാറ് കാര്യം മുമ്പിൽ ചെയ്യണം. എന്തൊക്കെയാ ചെയ്യേണ്ടത്? ഒന്ന്, പന്നിയെ കൊല്ലണം. എന്നാ ശിർക്ക് ചെയ്യാൻ പറ്റുമോ? കുരിശ് തകർത്തതിന് ശേഷം ശിർക്ക് ചെയ്യാൻ പറ്റുമോ? പറയുമൗലവി കൊടുക്കുമ്പോ
കൊടുക്ക്. ഇത് ശിർക്കാണോ അല്ലേ? ഈസാ നബി ചെയ്തത് ശിർക്കാണോ അല്ലേ? അതിനോട് പറയും. തീർച്ചയായിട്ടും ഈസാ നബി അലൈഹിസ്സലാം അവിടെ വന്ന് പറയുമ്പോൾ മറുപടി കിട്ടും എന്ന് പറഞ്ഞത് ഈസാ നബി അലൈഹിസ്സലാമയ്ക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത ഒരു മോജിസത്ത് മുൻകൂട്ടി പറയട്ടെ. അപ്പോൾ ഈസാ നബി അലൈഹിസ്സലാമയ്ക്ക് കൊടുത്ത മോജിസത്തിന്റെ ഭാഗമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലേ കൂട്ടി പറഞ്ഞ ഒരു കാര്യം അവിടെ നടക്കും എന്നുള്ളതിന് യാതൊരു തർക്കവും നമുക്ക്. എന്താ പറയുന്നത്? മോജിസത്തിന്റെ അടിസ്ഥാനത്തിൽ ശിർക്ക് പറ്റൂ? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മോജിസത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിളിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, മോജിസത്തിന്റെ അടിസ്ഥാനത്തിൽ ശിർക്ക് ചെയ്യാൻ പറ്റൂ? ഈ പ്രവണതയെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? വഫാത്തായ നബിതങ്ങളെ ബഹുമാനപ്പെട്ട ഈസാ നബി വിളിക്കുന്നു. ആ വിളി റസൂലുള്ള കേട്ട് ഉത്തരം കൊടുക്കുന്നു. നിങ്ങളുടെ നിർവചന പ്രകാരം ഇത് ശിർക്കാകണമല്ലോ എങ്കിൽ ഈസാ നബി മുശ്രിക്കാണോ? ചെയ്യുന്നത് ശിർക്കാണോ? റസൂലുള്ള ശിർക്കിന്റെ പ്രചാരകനാണോ? പറയും. ഇവിടെ കൃത്യമായി നമ്മൾ പറഞ്ഞു ഈസാ നബി അലൈഹിസ്സലാം വന്ന് ചെയ്യുന്ന ഒരു പ്രവൃത്തി. അതായത് കേരളത്തിൽ നിന്ന് നിങ്ങൾ ഹജ്ജിനായി ആളുകളെ കൊണ്ടുപോകണ്ടല്ലോ, അവർക്കെല്ലാം അവിടെ ചെന്ന് ഇതേപോലെ പ്രവാചകന്റെ ഖബറിന്റെ അടുക്കൽ ചെല്ലുന്നവര് അവർ യാ മുഹമ്മദ് വിഷയം മാറ്റുകയല്ല, ഇവിടുത്തെ ജനങ്ങൾക്ക് അള്ളാഹു അല്ലാത്ത ആരെയെങ്കിലും വിളിച്ച് പ്രാർത്ഥിക്കാൻ, മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തെളിവായി നിങ്ങൾ കൊണ്ടുവന്ന ഹദീസ്, ആ ഹദീസ് വെച്ച് കേരളത്തിൽ നിന്ന് ഹജ്ജിന് പോവുകയും അത് റൗള സന്ദർശിക്കുകയും ചെയ്യുന്ന ആളുകൾ യാ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ തീർച്ചയായും മറുപടി കിട്ടുന്ന. എത്ര പേർക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയും മറുപടി? ഇയാളിപ്പോ ചെയ്ത പണി കണ്ടങ്ങള്. കുന്നത്തേരി സംവാദത്തിൽ നമ്മൾ ഉദ്ധരിച്ച ഹദീസ് തീർത്തെന്നോട് വിശദീകരിക്കാൻ വേണ്ടി പറഞ്ഞു. ഞാനത് വിശദീകരിച്ച് പ്രാർത്ഥനയുടെ നിർവചനം ഈ ഹദീസ് അടിസ്ഥാനത്തിൽ നിങ്ങൾ പറഞ്ഞ നിർവചനം തെറ്റാണ് എന്നും ഞാൻ പറഞ്ഞു. അതിനെ പറ്റിയിട്ട് അയാളുടെ ഒരൊറ്റ പ്രതികരണം ഇല്ലാതപ്പോ ഹജ്ജിന് കൊണ്ടുപോകുന്ന ആളുകളെ സംബന്ധിച്ചാണ് ഇപ്പത്തെ ചർച്ച. അപ്പോഴേക്ക് ആള് മദീനത്തെത്തി, ചർച്ച ഇവിടെ നടക്കുക. അതിനെ പറ്റി പറയും, നിങ്ങളുടെ പ്രാർത്ഥനയുടെ നിർവചനം ഇതുകൊണ്ട് പൊളിയുന്നുണ്ടോ ഇല്ലേ? അല്ലെങ്കിൽ ഈ നിർവചനത്തിൽ നിന്ന് ഈ ഒരു സംഭവം ഒഴിവാണോ അല്ലേ? ഇത് ശിർക്കാണോ അല്ലേ? അല്ലെങ്കിൽ എന്തുകൊണ്ട്? ആണെങ്കിൽ എന്തുകൊണ്ട്? അതിന് പറയേ, എന്നിട്ട് പോകാം മദീനത്തേക്ക്. സമയമുണ്ടല്ലോ. ഇവിടെ നിങ്ങള് ഒരു ഹദീസ് ഉദ്ധരിച്ചത് തെളിവാക്കാൻ. ഞാൻ ഹദീസ് തുടക്കം മുതൽ ഉദ്ധരിച്ചില്ലേ? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ആ 7 കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ഈസാ നബി അലൈഹിസ്സലാം പ്രവാചകന്റെ ഖബറിന്റെ അടുക്കൽ വന്ന് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണത്. ഒരു മിനിറ്റ്. ആ 7 കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ശിർക്ക് ചെയ്യാൻ പറ്റുമോ? അവിടെ ശിർക്കാണ് ചെയ്യുന്നതോ തൗഹീദാണോ വരുന്നത് എന്നുള്ള ഭാഗത്തേക്ക് നമുക്ക് പോരാ. അവിടെ അത് സമ്മതിക്കാൻ കഴിയൂല. അത് ഞങ്ങളുടെ നിർവചന പ്രകാരം ഇത് എന്താകണം? ശിർക്കാകണം. എങ്കിൽ നിങ്ങളുടെ നിർവചന പ്രകാരം ഇത് ശിർക്കാകുമ്പോ ഈസാ നബി മുശ്രിക്കാണോ അല്ലേ? റസൂലുള്ള ശിർക്കിന്റെ പ്രചാരകനാണോ അല്ലേ? ഇതിന് രണ്ടാലൊരു മറുപടി കേൾക്കട്ടെ, ബാക്കി പിന്നെ പറയാം. പ്രവാചകന്റെ ഖബറിന്റെ അടുക്കൽ വന്നു ഈസാ നബി അലൈഹിസ്സലാം. അവിടെ റഫീഖാസിനി എന്ന് യാ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ ലൗജീബന്നഹു, മറുപടി കിട്ടോ ഇല്ലേ എന്നാണ് ആ ഹദീസ് വെച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തരേണ്ടത്. അത് ശരി. അപ്പൊ നിങ്ങളെ നിർവചനം കൊണ്ടുപോയിട്ടില്ല. നിർവചനത്തെ സംബന്ധിച്ച് എന്ത് പറയുന്നു? നിർവചനം പറയാൻ വേണ്ടി സംഘടിപ്പിക്കപ്പെടുന്ന സംവാദങ്ങൾ കലക്കി വിജയിച്ചു എന്ന് പറഞ്ഞു വന്നു നിന്നിട്ട് ഇവിടെ നിന്ന് സാധാരണക്കാരനായ ഒരാളോട് ഒരു പ്രാർത്ഥനയുടെ നിർവചനം അത് കൃത്യമായി ജനങ്ങൾക്ക് പണ്ഡിതന്മാർ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. വേണ്ടവർക്ക് അള്ളാഹു ഹിദായത്ത് ഉദ്ദേശിച്ചിട്ടുള്ളവർക്ക് അത് എത്തുകയും അത് മനസ്സിലാക്കുകയും അതനുസരിച്ച് അവരുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്യും. നിങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അത് കിട്ടിയിട്ടുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതാണ് ചോദിക്കുന്നത്. ഏതായിരുന്നാലും ഞാൻ ചോദിച്ചതിന് മറുപടി നിങ്ങളുടെ നിർവചന പ്രകാരം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിനു സമീപം വന്ന് യാ മുഹമ്മദ് എന്ന് റസൂലുള്ളാഹിനെ വിളിക്കുകയും ആ വിളി കേട്ട് റസൂലുള്ളാഹി തങ്ങൾ ഉത്തരം കൊടുക്കുകയും ചെയ്യുമ്പോ നിർവചന പ്രകാരം ഈസാ നബി ചെയ്യുന്നത് ശിർക്കാകണ്ടേ? ഇത് പ്രചരിപ്പിച്ച റസൂലുള്ള ശിർക്കിന്റെ പ്രചാരകരാകണ്ടേ? ഇതാണ് ഞങ്ങളുടെ ചോദ്യം. അതിന് മറുപടി പറയാൻ കഴിയാത്തത് കൊണ്ടല്ലേ ഫീഹി ഇല്ലത്താനി പറഞ്ഞു വിട്ടുപോയത്.
അല്ലേ? എന്തേ അതൊക്കെ ചിന്തിക്കാതെ പോയത്? എന്നിട്ടിപ്പോ എന്ത് സംഭവിച്ചു? ഞങ്ങൾ അതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം നടക്കുന്നത്. അപ്പോഴേക്ക് മടവൂരികള് അവര് പറഞ്ഞു, അങ്ങനൊന്നും പറഞ്ഞാൽ പറ്റൂല, കേസറ്റ് ഇറങ്ങിപ്പോയില്ലേ, കേസ് ഇനി പിൻവലിക്കാൻ കഴിയൂലല്ലോ, തെറ്റാണെന്ന് സമ്മതിക്കൂന്നല്ലാതെ വേറെ നിർവാഹമല്ല. എന്താണ് ഇതിനെപ്പറ്റി പറയാനൊരു മടി? നിങ്ങളുടെ നിർവചനം നിങ്ങൾ സ്വന്തം കെട്ടിണ്ടാക്കിയതാണ്. ഖുർആൻ കൊണ്ട് തെളിയിക്കാൻ പറ്റൂല, ഹദീസ് കൊണ്ട് തെളിയിക്കാൻ പറ്റൂല. ഈ ഒരു നിർവചനം മുജാഹിദ് സെന്ററിൽ നിന്ന് രൂപം കൊണ്ട പൊട്ടൻ നിർവചനമാണ്. ഞാൻ പറയുന്നത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശരിക്കും മനസ്സിലാക്കുക. മദ്യം ഹറാമാണെന്ന് എല്ലാവർക്കും അറിയാം, ഒരു അഭിപ്രായ വ്യത്യാസവും ആ വിഷയത്തിലില്ല. പക്ഷേ ഒരാൾ ഒരു സന്ദർഭത്തിൽ മധുരമുള്ള എല്ലാ പാനീയവും മദ്യമാണ് എന്ന് പറഞ്ഞ് മദ്യത്തിനൊരു പുതിയ നിർവചനമുണ്ടാക്കി. ഇത് മനസ്സിലാക്കിയ ഒരു കുട്ടി അയാൾ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ബേക്കറിയിൽ നിന്ന് അല്ലെങ്കിൽ കൂൾ ബാറിൽ നിന്ന് തന്റെ പിതാവ് ഒരു വെള്ളം കുടിക്കുന്നു അല്ലെങ്കിൽ ഒരു ചായ കുടിക്കുന്നു. ഉടനെ തന്നെ പിതാവിന്റെ പുറത്ത് തട്ടിയിട്ട് ഇവൻ പറയുന്നു, നിങ്ങൾ മദ്യം കുടിക്കുകയാണല്ലേ, നിങ്ങൾ ചെയ്തത് ഹറാമാണല്ലേ. ഇവിടെ ആർക്കാ പറ്റിയ അബദ്ധം? ബാപ്പ കുടിച്ചതാണോ തെറ്റ്? ബാപ്പ കുടിച്ചതാണോ തെറ്റ്? അല്ല. പിന്നെയോ ഈ കുട്ടി മദ്യത്തിന് മനസ്സിലാക്കിയ നിർവചനത്തിൽ കുട്ടിക്ക് അബദ്ധം പറ്റിപ്പോയതാണ്. കാരണം മദ്യം എന്ന് പറഞ്ഞാൽ മധുരമുള്ള പാനീയം എന്നല്ല അതിന്റെ നിർവചനം. അതെല്ലാവർക്കും അറിയുന്ന വിഷയം. പക്ഷേ ഈ ഒരു പുതിയ നിർവചനം ഒരാൾ പറഞ്ഞു കൊടുത്തു, കുട്ടി അബദ്ധവശാൽ അത് മനസ്സിലാക്കി. ആ നിർവചനം വെച്ചിട്ടാണ് ചായ കുടിക്കുന്നവരെയും ജ്യൂസ് കഴിക്കുന്നവരെയും ഒക്കെ പിന്നെ മദ്യപിക്കുന്നവരാണ് എന്ന് ഈ കുട്ടി പറയേണ്ടി വന്നത്. ഇതുപോലെ മുജാഹിദുകൾ ലോകത്താരും പറയാത്ത ഒരു പുതിയ നിർവചനം പ്രാർത്ഥനയ്ക്ക് കെട്ടിയുണ്ടാക്കി. ആ നിർവചനം വെച്ചുകൊണ്ട് ലോക മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കുന്നു, ശിർക്കിന്റെ പട്ടികയിലേക്ക് തള്ളുന്നു. മോനെ ആ ഭാഗം ഒന്ന് കേൾപ്പിച്ചു കൊടുക്കുക. ഇവരൊക്കെ ഇസ്ലാമിക രാഷ്ട്രത്തിലാ ജീവിച്ചെങ്കിലുണ്ടല്ലോ. ഇസ്ലാമിന്റെ രാജ്യത്താണെങ്കിൽ ഫിനിഷ്. ഇവരൊക്കെ ഇസ്ലാമിക രാഷ്ട്രത്തിലാ ജീവിച്ചെങ്കിലുണ്ടല്ലോ. ഇസ്ലാമിന്റെ രാജ്യത്താണെങ്കിൽ ഫിനിഷ്. മുശ്രിക്കുകളായ സുന്നി സമൂഹത്തിനിടയിലാണ് എനിക്കും നിങ്ങൾക്കും തൗഹീദ് പറയാനുള്ളത്. മുശ്രിക്കുകളായ സുന്നി സമൂഹത്തിനിടയിലാണ് എനിക്കും നിങ്ങൾക്കും തൗഹീദ് പറയാനുള്ളത്. യഥാർത്ഥത്തിൽ ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ബാലേട്ടനാണ് യഥാർത്ഥ മുസ്ലിം. മൊയ്തീൻ ശൈഖേ രക്ഷിക്കണേ എന്ന് പറഞ്ഞവനാണ് കാഫിർ. ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ ബാലേട്ടൻ മുസ്ലിം ആകുമല്ലേ? നിങ്ങൾ പറയും. ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു കാണും. ഞാനൊരു സംശയമല്ല, ഒരു ചോദ്യത്തിന്റെ കാര്യം വിവരിക്കാൻ വേണ്ടി മദീനത്ത് പോകുന്ന ആളുകളെ ചോദിച്ചപ്പോ ഇവിടെ സംവാദം നടക്കുന്നത് മദീനത്ത് പോയി. എന്നിട്ട് ഞാനതിന് വേണ്ടി തിരിച്ചു ചോദിച്ചപ്പോൾ റഫീഖ് ഹസനിന്റെ അടുത്ത് വന്ന് സംവാദത്തിന് ഇവിടെ നിന്ന് അത് ചോദിച്ചപ്പോ എങ്ങോട്ടും കൊണ്ടുപോയി, കള്ളിൽ കൊണ്ടുപോയി, ക്ലിപ്പിൽ കൊണ്ടുപോയി, ചില്ലത്തിൽ കൊണ്ടുപോയി. അപ്പൊ നിങ്ങൾക്ക് എന്തും കാണിച്ച് ഇവിടെ നിന്ന് തടിയപ്പി പോരാണെന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും ചോദിക്കുന്നു, ഏതായാലും അവിടെ പറയുന്ന ഇന്ത്യൻ രാജ്യത്തിനെ പറ്റിയല്ലല്ലോ, ഇസ്ലാമിക രാജ്യം. അപ്പേ പറയാം. അപ്പേ ഞാൻ ചോദിച്ചു പ്രത്യേകമായി, താങ്കൾ ആ ഹദീസ് വെച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിങ്കൽ ചെന്ന് യാ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ ഹദീസിന്റെ വെളിച്ചത്തിൽ ലഉജീബന്നഹു, തീർച്ചയായും മറുപടി കിട്ടുമെന്ന് താങ്കൾക്ക് മറുപടി ലഭിക്കുമോ? അല്ലെങ്കിൽ കേരളത്തിലെ ജനത അത് അവിടെ പോയി പ്രവർത്തിച്ചാൽ അവർക്ക് ലഭിക്കുമോ ആ ഹദീസിന്റെ വെളിച്ചത്തിൽ? അതോ ആ പ്രത്യേകമായി ഈസാ നബി അലൈഹിസ്സലാമയ്ക്ക് മാത്രം കിട്ടുന്ന പദവിയാണോ അത് എന്നാണ് ഞാൻ ചോദിച്ചത്. അത് പറയാതെ ഇല്ലത്തിലും ഹള്ളിലും ക്ലിപ്പിലും അവിടെയല്ല പോകേണ്ടത്. നിങ്ങൾ അതിന് മറുപടി പറയാം. നിങ്ങൾക്ക് ആ മറുപടി കിട്ടും.